നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇടപെടുന്നില്ല എന്ന് ഹൈക്കോടതി. ബോർഡിന് അയ്യപ്പ സംഗമം നടത്താം, എന്നാൽ പമ്പയുടെയും ശബരിമലയുടെയും വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വിധിയെ ദേവസ്വം ബോർഡും മന്ത്രിയും സ്വാഗതം ചെയ്തപ്പോൾ സർക്കാരിന്റെ ഈ നീക്കം കാപട്യമാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അയ്യപ്പ സംഗമത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കാനുണ്ട്? ഈ ചർച്ചയിൽ ശ്രീ പി കെ ഗോപൻ CPIM, ഷാനിൽ ബോസ് കോൺഗ്രസ്, ശ്രീ ശങ്കുട്ടിദാസ് BJP എന്നിവർ. ആദ്യം ശ്രീ പി കെ ഗോപൻ, ഒന്നാം പിണറായി സർക്കാരിന്റെ ഉദ്യമം നവോത്ഥാനം പ്രചരിപ്പിക്കലായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ ലക്ഷ്യം ഇപ്പോൾ ഇതാ തത്വമസി പ്രചരിപ്പിക്കലായി. ഈ നവോത്ഥാനത്തിൽ നിന്ന് തത്വമസിയിലേക്കുള്ള ദൂരം എത്രയാണ്? നവോത്ഥാനം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ തുടങ്ങി അവിടെ അവസാനിക്കുന്നതല്ല. ഓരോ കാലത്തും ഉയർന്നു വരുന്ന പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുക. അതായത് സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ലാതിരിക്കുന്ന സമയത്ത് അത്തരം തടസ്സങ്ങളെ തട്ടിമാറ്റുന്നതിന് ഓരോ സമയത്തും അതിനാവശ്യമായ സ്ലോഗൻ വെച്ചുകൊണ്ട് മനുഷ്യരാശി മുന്നോട്ട് പോകാറുണ്ട്. യൂറോപ്യൻ റെനൈസൻസ് ആയാലും ഇന്ത്യൻ നവോത്ഥാനമായാലും എല്ലാം അതാണ് സൂചിപ്പിക്കുന്നത്. കേരളവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നവോത്ഥാനം അടഞ്ഞ അധ്യായമല്ല. ഇവിടെ ശബരിമല വിഷയമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ നവോത്ഥാനം എന്നത് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഇദ്ദേഹം ചോദിച്ച തത്വമസി നവോത്ഥാനത്തിൻ്റെ ഒന്നും പ്രശ്നമല്ല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ളത്. സർക്കാരാണ് പറഞ്ഞത് തത്വമസി പ്രചരിപ്പിക്കാനാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന്. ഹൈക്കോടതിയിൽ നടത്തിയ സബ്മിഷനിലും അതാണ് പറയുന്നത്. ഞങ്ങൾ തത്വമസിയുടെ പ്രചാരണത്തിന് ശബരിമലയെ ആഗോളതലത്തിൽ അടയാളപ്പെടുത്തുന്നതിന് ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു എന്നുള്ളതാണ്. 2019 ഇതൊന്നും ആയിരുന്നില്ല നിലപാട്. തത്വമസി എന്നുള്ളത് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട അതിൻ്റെ സൈദ്ധാന്തിക അടിത്തറയാണ്. തത്വമസി എന്ന ആശയം പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് ശബരിമലയിൽ എല്ലാ ഭക്തർക്കും വരാൻ അവസരം ലഭിക്കുന്നത്. ഇനി ഭക്തിയില്ലാത്തവർക്ക് ശബരിമലയിൽ അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കാൻ എത്തുന്നതിനും അത് തടസ്സമല്ല. തത്വമസി എന്ന് പറയുന്നത് നമ്മുടെ ഉപനിഷത്ത് വാക്യങ്ങൾ എടുത്ത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമാണ്. തത്വമസിയുടെ ആശയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആരാധനയ്ക്കായിട്ട് സമീപിക്കുന്നത് ഏതെങ്കിലും ഒരു വിഗ്രഹത്തെയോ ഒരു ദൈവത്തെയോ സമീപിക്കാതെ തന്നെ അവരുടെ ഉള്ളിലാണ് ദൈവം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് തത്വമസി എന്ന ആശയം. ശ്രീനാരായണ ഗുരു അത് കൃത്യമായി സൃഷ്ടിയും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ളത് സാമഗ്രിയും നീ ഒന്നു തന്നെ പൊന്നു തമ്പുരാനെ എന്ന് ദൈവദശകത്തിൽ പറയാനുള്ള കാരണം അതാണ്. തത്വമസി എന്ന ആശയം അതുകൊണ്ട് തന്നെ ആശയത്തിന്റെ സൈദ്ധാന്തിക അടിത്തറയോ അതിന്റെ മറ്റ് ആത്മീയമായ പ്രാധാന്യമൊന്നും അല്ല നമ്മുടെ ചർച്ചാ വിഷയം. ഗവൺമെന്റിന്റെ സമീപനങ്ങളാണ്. ഇപ്പോ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ തന്നെ ഹർജിക്കാർ ചോദിച്ചത് ഒരു സെക്യുലർ ഗവൺമെന്റിന് ആത്മീയ കാര്യങ്ങളിൽ എന്ത് റോൾ എന്നുള്ളതാണ്. ഒരു സെക്യുലർ ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണോ ഇത് എന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഞങ്ങൾ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങൾ നോക്കുന്ന ആളുകളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഒരു ഇലക്ഷൻ വരാൻ പോകുന്നത്, കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അടുത്ത 8-9 മാസത്തിനകം. ഇപ്പോൾ ഈ ആത്മീയ പശ്ചാത്തലമുള്ള ഒരു സംഗമം സംഘടിപ്പിക്കുക വഴി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. സർക്കാരിന്റെ സഹായത്തോടുകൂടി ദേവസ്വം ബോർഡ് നടത്തുന്ന ഈ സംഗമത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനും മാസ്റ്റർ പ്ലാനിന് അനുബന്ധമായ സൗകര്യങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഈ പറയുന്ന ഷോ ഡൌണിന്റെ ആവശ്യമില്ലല്ലോ. അല്ലല്ല, വളരെ കൃത്യമായി എത്രയോ ദിവസമായി ഇത് പറയുന്നു. ഇത് വെറും ഷോ അല്ല. ലോകത്തെങ്ങുമുള്ള അയ്യപ്പ ഭക്തരെ അവിടുത്തെ സൗകര്യങ്ങളെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം തേടൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 3000-ഓളം പേർ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നായി വിളിച്ചു വരുത്തി അവർക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അവിടെ വയ്ക്കാനുള്ളത് എന്നതുൾപ്പെടെയുള്ള നമ്മൾ ഏതെല്ലാം വിഷയത്തിലാണ് കേരളത്തിൽ കേരള പഠന കോൺഗ്രസ്സുകൾ ഉൾപ്പെടെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ, അന്തർദേശീയ സെമിനാറുകൾ, ഇതെല്ലാം നമ്മൾ വെക്കാറുണ്ട്. മാധ്യമങ്ങളുടെ ലോകത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച നടത്താറുണ്ട്. കേരള വികസനത്തെക്കുറിച്ച് ചർച്ച നടത്താറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് വളരുന്നതിൻ്റെ ഭാഗമായി ചർച്ച നടത്താറുണ്ട്. അതുകൊണ്ട് 50-60 ലക്ഷം ആളുകൾ വന്നു പോകുന്ന, അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ ഒരു സീസണിൽ തന്നെ വന്നു പോകുന്ന, ഞാൻ പറഞ്ഞത് കോടിക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലത്ത് അത് ഒരു കാനന പ്രദേശമാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും മറ്റു അനുവാദത്തോടു കൂടി സംസ്ഥാന ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയൊക്കെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് ഏത് ഡെവലപ്മെൻറ്റ്സ് നടത്തുമ്പോഴും അതൊരു സെൻസിറ്റീവായ ഏരിയ ആണ്.
അപ്പോൾ അത്തരം ഒരു സ്ഥലത്ത് വികസന പ്രവർത്തനം നടത്തണം, കോടിക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളണം, ഹൈജീനിക് ആയിരിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡ് അതിൻ്റെ 75ാമത് വർഷത്തിൽ ലോകത്തെങ്ങുമുള്ള വിദഗ്ധരെയും അയ്യപ്പ ഭക്തരെയും വിളിച്ചു വരുത്തി നടത്തുന്ന ഒരു ചർച്ചയുടെ ഭാഗമായി ഒരുപാട് പുതിയ ആശയങ്ങൾ ഉയർന്നു വരും. ആ പുതിയ ആശയങ്ങളെ ദേവസ്വം ബോർഡും കേരള സർക്കാരും സർവാത്മന സ്വീകരിക്കും. അതിൽ സ്വീകരിക്കേണ്ടവയെ അല്ലെങ്കിൽ കൊള്ളേണ്ടവയെ പൂർണ്ണമായി കൊണ്ടുകൊണ്ട് തള്ളേണ്ടവയെ തള്ളി എല്ലാവരുടെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു വലിയ വേദിയാക്കി അതിനെ മാറ്റുക എന്നുള്ള ടാർഗറ്റാണ് സർക്കാരിൻ്റെ. എത്രയോ കൃത്യമായി സർക്കാർ അത് വിശദീകരിച്ചു. അവിടെ എടുത്ത് നമ്മൾ ഈ സ്ഥാനത്തും അസ്ഥാനത്തും തത്വമസിയെയും അതല്ലെങ്കിൽ സ്ഥാനത്തും അസ്ഥാനത്തും നവോത്ഥാനത്തെ എടുത്ത് പ്രയോഗിക്കാതെ തത്വമസി എന്നുള്ളത് അതിൻ്റെ അന്തർധാരയായി പ്രവർത്തിക്കുന്ന കാര്യമാണ്. ഡെവലപ്മെന്റ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട ടാർഗറ്റ്. ആ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് തത്വമസി ഏതൊക്കെ ഘട്ടങ്ങളിൽ പ്രയോഗിക്കരുത് എന്ന് ഞാനായിട്ട് പറഞ്ഞ വാചകമല്ല, അത് മന്ത്രി പറഞ്ഞതും പിന്നീട് ഹൈക്കോടതിയിൽ ആവർത്തിക്കപ്പെട്ടതുമായിട്ടുള്ള നിലപാടാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ശങ്കുട്ടിദാസ്, തലമാറട്ടെ എന്ന് പറഞ്ഞൊരു പണ്ടൊരു ചിത്രകഥ ഉണ്ടായിരുന്നു, ഏതോ ബാലമാസികയിൽ, പൂമ്പാറ്റയിലാണെന്ന് തോന്നുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഏതാണ്ട് ആ മട്ടിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ തത്വമസിയുടെ ആശയം ഞങ്ങൾക്ക് പ്രചരിപ്പിക്കണം എന്ന് സർക്കാർ നിലപാടെടുക്കുമ്പോൾ നിങ്ങളെ അനുകൂലിക്കുന്ന ആളുകളുടെ നിലപാട് എന്താണ്? കോടതിയിൽ എന്തായിരുന്നു സബ്മിഷൻ? ഒരു മതേതര സർക്കാർ മതപ്രചരണം നടത്തിക്കൂടാ, ഒരു സെക്യുലർ ഗവൺമെന്റ് ഒരു കാരണവശാലും മതപരമായ പ്രചരണ സംവിധാനങ്ങളുടെ നടത്തിപ്പുകാരാകാൻ പാടില്ല. അപ്പോൾ ഈ സർക്കാരിന്റെ അയ്യപ്പ സംഗമം എന്നുള്ളത് ഒരു സെക്യുലർ ഗവൺമെന്റിന്, ഒരു മതേതര ഗവൺമെന്റിന് ചേരാത്ത ഒരു കാര്യമാണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ 5 കൊല്ലം മുമ്പ് തെരഞ്ഞെടുപ്പ് വേളയിൽ ഹിന്ദു ധർമ്മത്തെ തകർക്കാൻ വന്ന, ശബരിമലയെ തകർക്കാൻ വന്ന ഹിരണ്യകശിപുവാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞെടുത്തതെന്ന് ഇതാ ഇപ്പോൾ ഹിന്ദു മത പ്രചാരണം നടത്തുന്ന ഒരു ഏർപ്പാടാക്കി ഗവൺമെന്റിനെ പിണറായി വിജയൻ മാറ്റുകയാണ് എന്ന് പറയുന്നു. ഇതൊരു മാറ്റമാണല്ലേ? ശ്രീ ശങ്കുട്ടിദാസ്, എന്നോടാണോ? അതെ അതെ അതെ, ക്ഷമിക്കണം, ഞാൻ ചോദ്യം കോൺഗ്രസ് പ്രതിനിധിയോടാണെന്ന് വിചാരിച്ചു. നോക്കൂ, വലിയ മാറ്റം തന്നെയാണ് തീർച്ചയായിട്ടും. വലിയ കൗതുകകരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റമാണ്. ആ മാറ്റത്തെ സംബന്ധിച്ച് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി തത്വമസി സങ്കല്പത്തെ പറ്റി പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു മിനിറ്റ് കൊണ്ട് ഞാനൊരു കൗതുകം പങ്കുവെക്കാമെന്ന് വിചാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു തത്വമസി എന്നത് വളരെ മതേതരമായ നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യത്തെ, തത്വത്തെ ഉൾക്കൊള്ളുന്നൊരു വാക്യം തന്നെയാണ്. അവർ ആ വാക്യത്തോട് ചേർന്നാണ് നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ തത്വമസി എന്ന വാക്യത്തെ അംഗീകരിക്കുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ പ്രസ്ഥാനം എന്നൊരു ചോദ്യം ഞാനൊരു കൗതുകത്തിൽ ഉന്നയിക്കുകയാണ്. കാരണം തത്വമസി അത് നീ തന്നെയാകുന്നു, ആ സാക്ഷാത് പരബ്രഹ്മം ഓരോ വ്യക്തിയിലും കൂടിയിരിക്കുന്നു, നീ തന്നെ ആ സാക്ഷാത് പരബ്രഹ്മത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് പറയുന്നത് നോൺ ഡ്യുവലിറ്റിയുടെ, അദ്വൈതത്തിൻ്റെ സങ്കല്പമാണ്. എല്ലാ മതങ്ങളും അദ്വൈത സങ്കല്പത്തെ പിന്തുടരുന്നില്ല. പ്രത്യേകിച്ചും സെമിറ്റിക് അബ്രഹാമിക് മതങ്ങളെല്ലാം ഡ്യുവലിറ്റിയിലാണ് വിശ്വസിക്കുന്നത്. ഇസ്ലാം മതമാണെങ്കിലും ക്രിസ്ത്യൻ മതമാണെങ്കിലും സൃഷ്ടിയും സൃഷ്ടാവും വേറെ തന്നെയാണ്. ക്രിയേറ്ററും ഉണ്ട്, ക്രിയേറ്റഡും ഉണ്ട്. ദൈവം സൃഷ്ടാവും മനുഷ്യർ സൃഷ്ടിയുമാണെന്നാണ്. രണ്ടും രണ്ട് തന്നെയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ അംശമാണെന്നോ പ്രതിഫലനാണെന്നോ അല്ല, മനുഷ്യൻ ദൈവത്തിൻ്റെ നിർമ്മാണമാണ്, സൃഷ്ടിയാണെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ഹിന്ദു ധർമ്മത്തിൽ ഒരു നോൺ ഡ്യുവലിറ്റിയുടെ, അദ്വൈതത്തിൻ്റെ സങ്കല്പമുണ്ട്. ദൈവവും മനുഷ്യനും വേറെയല്ല, ക്രിയേറ്ററും ക്രിയേറ്റഡും വെവ്വേറെയല്ല. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ കൃത്യമായിട്ട് അദ്വൈത സങ്കല്പത്തെ വെച്ചുകൊണ്ട് തന്നെ പറയുന്നത്, നീ തന്നെയല്ലോ സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും, നീ തന്നെയല്ലോ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അതായത് ക്രിയേറ്റഡ്, ക്രിയേറ്റർ എന്ന് പറയുന്ന രണ്ട് വേർതിരിവില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് അദ്വൈതത്തിൻ്റെ സങ്കല്പമാണ്. ഈ സങ്കല്പമാണ് കൂടുതൽ ശരി എന്നാണോ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറയുന്നത്? ദ്വൈതത്തിൻ്റെ, ഡ്യുവലിറ്റിയുടെ സങ്കല്പം ശരിയല്ല എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഫിലോസഫിക്കൽ ഡിസ്കോഴ്സിൽ ഹിന്ദുമതം മുന്നോട്ട് വയ്ക്കുന്ന ഫിലോസഫിക്കൽ ആയിട്ടുള്ള പോയിന്റിനോടാണ് ഇടതുപക്ഷം കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളതാണോ അദ്ദേഹത്തിൻ്റെ വാദത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നൊരു കൗതുകം ഞാൻ ആദ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. രണ്ട്, ഈ ചർച്ചയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഒരു സ്ട്രോങ് അഡ്മോണിഷിംഗ് ആണ്. സർക്കാരിന് ഒരു നിലയ്ക്കും അനുകൂലമായിട്ടൊരു വിധിയല്ല അവിടെ ഉണ്ടായിട്ടുള്ളത്. ആ വിധിയെ പറ്റി വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടാണ് നമ്മുടെ ആളുകൾ പ്രതികരിക്കുന്നത് എന്ന് തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ സർക്കാരിന് അനുകൂലമായിട്ട് കോടതി ഒരു വിധി പറഞ്ഞു, അത് ആ ദേവസ്വം മന്ത്രി അത് സ്വാഗതം ചെയ്യുന്നു, ഇടത് പ്രതിനിധി അത് തങ്ങളുടെ വിജയമാണെന്നുള്ള പോലെ ചർച്ചയിൽ പങ്കെടുക്കുന്നു. എന്തായിരുന്നു ഇവിടുത്തെ വിഷയം? അതായത്
ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസ പദ്ധതിയെയും അട്ടിമറിക്കാൻ ശ്രമിച്ച ഭക്തരെ കുറ്റവാളികളെ പോലെ കൈകാര്യം ചെയ്തിരുന്ന ആ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന ഒരു പൈതൃകമായിട്ടുള്ള പദ്ധതിയെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള അതിനു വേണ്ടിയിട്ട് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു അഭിമാന പോരാട്ടം തന്നെ നടത്തിയിരുന്ന ഒരു സർക്കാർ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ വിശ്വാസികളുടെ പക്ഷം ചേർന്നതുപോലെ ഒരു വിശ്വാസി സംഗമം സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഇതിന്റെ പിന്നിലെ താല്പര്യം എന്താണ്? നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സമ്മേളനം നടത്താൻ അയ്യപ്പസ്വാമിയുടെ പേര് നിങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണോ? ആരാണിത് യഥാർത്ഥത്തിൽ നടത്തുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണോ അതോ സർക്കാരാണോ? എങ്ങനെയാണ് ഇതിന്റെ ഫണ്ട് സമാഹരിക്കുന്നത്? ഇത് സർക്കാരിന് പണം പിരിക്കാനുള്ള അയ്യപ്പന്റെ പേര് പറഞ്ഞിട്ടുള്ള ഒരു തരികിടയാണോ? തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് പൊതുസമൂഹം ഉന്നയിച്ചത്. ആ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളാണല്ലോ കോടതിയിലും ഉന്നയിക്കപ്പെട്ടത്. ആ ചോദ്യങ്ങൾക്ക് ബോർഡ് നൽകിയ ഉത്തരം വളരെ സ്പഷ്ടമാണ്. ഇത് ഒന്ന് സർക്കാർ ഇതിന് ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ ചെയ്യുന്നുള്ളൂ, ലോജിസ്റ്റിക്സും ഇൻഫ്രാസ്ട്രക്ചറും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു സെക്യുലർ ഗവൺമെന്റിന് അത് ചെയ്യുന്നതിൽ അപാകമില്ല. ബോർഡ് എങ്ങനെയാണ് പണം സ്വരൂപിക്കുന്നത്? സ്പോൺസർഷിപ്പ് വഴിയാണ്. കോടതി നിരീക്ഷിക്കുന്നു. ശബരിമലയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഈ സർക്കാരിന്റെയോ അതല്ലെങ്കിൽ ദേവസ്വത്തിന്റെയോ പണം കൊണ്ട് മാത്രമല്ല, ഭക്തരുടെ സംഭാവനകൾ കൊണ്ടുകൂടിയാണെന്നുള്ള ചരിത്രം ഓർമ്മിപ്പിക്കുന്നു. കോടതി ഈ ബോർഡ് അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ള, ബോർഡ് അവരുടെ സബ്മിഷനിൽ പറഞ്ഞിട്ട് ഉറപ്പ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഹർജിക്കാർ ഉയർത്തിയ വാദങ്ങൾ, അതായത് ഒരു സെക്കുലർ ഗവൺമെന്റ് ഇത് നടത്തിക്കൂടാ, ഇങ്ങനെ ചെയ്യാൻ ഗവൺമെന്റിന് അധികാരമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതായത് ഇത് നടത്താൻ പാടില്ല എന്നുള്ള കാര്യം കോടതി എടുത്ത് കളഞ്ഞു. നമുക്ക് നടത്താൻ പാടില്ലെന്ന് ആരാണ് അതിലൂടെ പറഞ്ഞിട്ടുള്ളത്? ഒരു അയ്യപ്പ സംഗമം നടത്താൻ പാടില്ല, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികം പ്രമാണിച്ച് ഒരു പ്ലാറ്റിനം ജൂബിലി സമ്മേളനം നടത്തരുതെന്ന് ആരാണ് പറഞ്ഞത്? ഇവിടെ പറഞ്ഞത് എന്താ? ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിന്റെ പിന്നിലെ താല്പര്യം എന്താണെന്നുള്ളത് വ്യക്തമാക്കണം എന്നുള്ളതാണ്. ആ താല്പര്യം വളരെ കൃത്യമായിട്ട് കോടതിക്ക് മുമ്പിൽ നിന്ന് വ്യക്തമായി. അങ്ങയുടേത് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയാത്ത വളരെ ഗൗരവമുള്ള ഒരു സംഭവത്തിലുണ്ട്. എന്താണ് കോടതിയുടെ ഫൈൻഡിങ്? എന്താണ്? അതായത് ഇവിടെ ആദ്യം അയ്യപ്പ ഭക്ത സംഗമമാണ്, വിശ്വാസികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ശബരിമല ക്ഷേത്രത്തിന്റെ ആഗോള പ്രസിദ്ധിക്ക് വേണ്ടിയിട്ടാണ്, ശബരിമലയിലെ ലോകത്തിന് മുഴുവൻ മുന്നിൽ കേരളത്തിന്റെ സ്പിരിച്വൽ ഹെറിറ്റേജ് ആയിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു. ഇവിടെ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് ഒരു ജനാധിപത്യ മതേതര സർക്കാർ ഈ പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ 27 വയലേറ്റീവായി ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആക്ടിൽ തന്നെ സെക്ഷൻ 15, സെക്ഷൻ 24, സെക്ഷൻ 26 എന്നതിന് വയലേറ്റീവായിട്ട് ഇങ്ങനെയൊരു സംഗമം സംഘടിപ്പിക്കുന്ന ചോദ്യം ചോദിച്ചു. അവിടെ സർക്കാരും ദേവസ്വം ബോർഡും കോടതിയിൽ വന്ന് പറഞ്ഞത് ഇത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ നടത്താൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതാണ്. വിശ്വാസ സംഗമവും ശബരിമലയുടെ എന്താണ് പ്രശസ്തിയും തത്വമസി സങ്കല്പമൊക്കെ അവർ കോടതിയിലെ വാദത്തിനിടയ്ക്ക് നിഷ്പ്രയാസം ഉപേക്ഷിച്ച് കളഞ്ഞു. അവരുടെ വാദം എന്തായിരുന്നു? നിങ്ങൾ ആ വിധി എടുത്ത് നോക്കൂ. അവിടെ അവർ പറയുന്നു ശബരിമല മാസ്റ്റർ പ്ലാൻ 2ാം ഘട്ടത്തിലാണ്. 1975 കൂടി തുടങ്ങിയിട്ടുള്ള ശബരിമല മാസ്റ്റർ പ്ലാന്റെ ആദ്യ ഘട്ടം 2005 കഴിഞ്ഞു. 2005 മുതൽ 2050 വരെയാണ് ശബരിമല മാസ്റ്റർ പ്ലാന്റെ 2ാമത്തെ ഘട്ടം. ആ 2ാമത്തെ ഘട്ടം പൂർത്തീകരിക്കാൻ ഏതാണ്ട് 1300 കോടി രൂപയുടെ ആവശ്യമുണ്ട്. ഈ 1300 കോടി രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ സർക്കാരോ മാത്രം വിചാരിച്ചാൽ സമാഹരിക്കാൻ സാധിക്കില്ല. അപ്പൊ ശബരിമലയിൽ പണ്ട് തൊട്ട് തന്നെ ഇങ്ങനെ കുത്തകാവകാശങ്ങൾ ലേലം ചെയ്തിട്ടും വിശ്വാസ സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടും ഒക്കെ ആളുകളിൽ നിന്ന് സ്പോൺസർഷിപ്പായിട്ട് പണം പിരിച്ചിട്ടുള്ള ശീലമുണ്ട്. അപ്പൊ ശബരിമല മാസ്റ്റർ പ്ലാന്റെ നടത്തിപ്പിനെ പറ്റി ചർച്ച ചെയ്യാൻ അതിന്റെ ഒരു പ്രാരംഭ നടപടി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ സംഗമം നടത്തുന്നത്. അപ്പൊ സംഗമത്തിന്റെ നേച്ചർ വ്യക്തമായി. അത് ഡിവോട്ടി സംഗമം അല്ല, വിശ്വാസി സംഗമം. അതിപ്പോ മാത്രം വെളിവാകുന്ന ഒരു കാര്യമല്ല. ഇതേ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നമ്മുടെ ഷാനിൽ ബോസ് കൂടി ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം കൂടി ഇരിക്കുമ്പോൾ ദേവസ്വം കമ്മീഷണറിന്റെ ഗസ്റ്റായിട്ട് വന്നിരുന്നു. ദേവസ്വം കമ്മീഷണറോട് ചോദിച്ചിരുന്നു എന്തിനാണ് ഇതൊരു ആത്മീയ സംഗമമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല, ഇത് ആത്മീയ സംഗമമല്ല, ഇത് അഡ്മിനിസ്ട്രേറ്റീവായി ഭരണപരമായി ദേവസ്വം ബോർഡിന് ഭക്തർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും, എന്തൊക്കെയാണ് ഈ ഭക്തരുടെ നീഡ്സ് എന്തൊക്കെയാണ് അതറിയണം, അതിന് ഞങ്ങൾക്ക് എന്ത് നിവൃത്തി വരുത്താൻ കഴിയും, ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നടത്തുന്ന സംഗമമാണെന്നും സ്പോൺസർഷിപ്പ് ബേസിലാണ് ഇതിന്റെ ധനസമാഹരണമെന്നും നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണ്. അത് ഇപ്പോൾ പുതുതായി വന്ന ഒരു സംഭവമേ അല്ല. ഇത് ആത്മീയ സംഗമമല്ല, ഞങ്ങൾക്ക് ഭരണപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ട അരങ്ങൊരുക്കാനുമുള്ള സംഗമമാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. അങ്ങനെയാണ് അതിന്റെ ലക്ഷ്യമെങ്കിൽ, അതാണ് അതിന്റെ താല്പര്യമെങ്കിൽ, ആ താല്പര്യത്തിന് വിരുദ്ധമാണ് സുപ്രീം കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് പോർഷൻ മാത്രം നിങ്ങൾ എടുത്തു നോക്കൂ. ആ ജഡ്ജ്മെന്റ് പോർഷനിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഭാഗം എന്താ? പോർഷൻ ജി, നോ സ്പെഷ്യൽ പ്രിവിലേജ് ഷാൾ ബി എക്സ്റ്റെൻഡഡ് ടു എനി പാർട്ടിസിപ്പന്റ്, നോ പ്രിവിലേജ് കാർഡ്സ് വെദർ അക്കിൻ ടു ക്ലബ് മെമ്പർഷിപ്പ് ഓർ അതർവൈസ് ഷാൾ ബി ഇഷ്യൂഡ്. അതായത് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ 6 തരത്തിലുള്ള പ്ലാറ്റിനം, ഗോൾഡൻ, ഡയമണ്ട് തരത്തിലുള്ള കാറ്റഗറി കാർഡുകൾ കൊടുത്ത് ക്ലബ് മെമ്പർഷിപ്പുകൾ
പോലെ കൊടുത്ത് ശബരിമലയിൽ പ്രത്യേക അവകാശങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ക്ലബ് മെമ്പർഷിപ്പ് കാർഡുകൾ ഇഷ്യൂ ചെയ്യരുത് എന്ന് സർക്കാരിനോട് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നു. 2, all participants shall be treated solely as devotees of Lord Ayyappa and no special benefit or priority shall be accorded either for visiting the temple or for any related purpose. ഇവിടെ കാർഡ് കൊടുക്കുമ്പോൾ നിക്ഷേപ സംഗമം സംഘടിപ്പിക്കുമ്പോൾ ഈ നിക്ഷേപകർക്കുള്ള വലിയ ഓഫറായിട്ട് എന്താ പറഞ്ഞിരുന്നത്? ശബരിമല ക്ഷേത്രത്തിൽ 5 ദിവസത്തെ സൗജന്യ ദർശനത്തിനുള്ള അവസരം, അവർക്ക് പമ്പയിൽ പ്രത്യേക പാർക്കിങ്ങിനുള്ള അവസരം, അവർക്ക് പ്രത്യേക പ്രസാദ കിറ്റുകൾ, ഡയറികൾ, അവർക്ക് മറ്റ് ശബരിമല ക്ഷേത്രത്തിൽ വിശേഷ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ, ഇതൊന്നും കൊടുക്കാൻ പാടില്ല. നിങ്ങൾ സാധാരണ ഭക്തർക്ക് കൊടുക്കാത്തതായിട്ടുള്ള ഒരു പ്രിവിലേജും കൊടുക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നു. ഞാനൊരു ഭാഗം മാത്രം വായിക്കട്ടെ. ജഡ്ജ്മെന്റിന്റെ പോർഷൻ 22. ബൈ കൺവീനിങ് എ one-day conference at Pamba, we are not persuaded that the Travancore Devasam Board is engaging in an activity beyond the scope of its statutory powers under the Act. The evident objective is to mobilize much needed funds and obtain constructive inputs to streamline and implement the proposals embodied in the master plan. അതായത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി ഈ പരിപാടി നടത്തുന്നതിൻ്റെ ഉദ്ദേശം ശബരിമലയുടെ വികസനത്തിന് മാസ്റ്റർ പ്ലാൻ നടത്താക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് സമാഹരിക്കലാണ്. ഇതേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ വിശ്വാസി സംഗമം എന്നുള്ള പേര് കൊടുത്ത് അയ്യപ്പ ഭക്തരെ കൂട്ടിക്കൊണ്ടുവന്ന് ശബരിമല ക്ഷേത്രത്തിന്റെ വിശ്വപ്രസിദ്ധിക്ക് വേണ്ടിയിട്ടും അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്ന പരിപാടിയല്ല, നിങ്ങൾ ഫണ്ട് സമാഹരിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ്. അത് കോടതിക്ക് മനസ്സിലായി. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ഏർപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്ന അനധികൃതമായിട്ടുള്ള ശബരിമല ക്ഷേത്രത്തിന്റെ തുല്യതാ സങ്കല്പത്തിന് വിരുദ്ധമായിട്ടുള്ള യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള വിധിയുടെ റാഷണൽ തുല്യതയായിരുന്നല്ലോ. ലിംഗവിവേചനം പാടില്ല, ആണിനും പെണ്ണിനും ഒരുപോലുള്ള അവകാശം വേണമെന്നല്ലേ. അതേപോലെ തന്നെ സാമ്പത്തികാടിസ്ഥാനത്തിലും വേണമല്ലോ തുല്യത. പണമുള്ള ആളുകൾക്ക് കൂടുതൽ അവകാശവും പണമില്ലാത്ത ആളുകൾക്ക് കുറഞ്ഞ അവകാശവും പാടില്ലല്ലോ. അപ്പൊ തുല്യതയ്ക്ക് ലംഘനം ഉണ്ടാവരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി. ഇത് സർക്കാരിന് എതിരായിട്ടുള്ള വിധി അല്ലെങ്കിൽ പിന്നെ എന്താ എതിര് നടത്തരുതെന്ന് അതാണ് ഉന്നയിക്കുന്ന ചോദ്യം. ഞാൻ ശ്രീ അനിൽ ബോസിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ഗോപൻ, കോടതി അവസാനം എങ്ങനെ അയ്യപ്പ സംഗമം നടത്തണം എന്നതിനെ സംബന്ധിച്ച് ഡയറക്റ്റീവ്സ് നൽകുന്നുണ്ട്. അതിലെ G&H അതാണിപ്പോ ശ്രീ ശങ്കുട്ടിദാസ് പറഞ്ഞത്. നോ സ്പെഷ്യൽ പ്രിവിലേജസ് ഷാൽ ബി എക്സ്റ്റെൻഡ് ടു എനി പാർട്ടിസിപ്പന്റ്. നോ പ്രിവിലേജ് കാർഡ്സ് whether akin to club membership or otherwise shall be issued. All participants shall be treated solely as devotees of Lord Ayyappa and no special benefit or priority shall be accorded either for visiting the temple or any related purpose. അതായത് വരുന്ന ഒരാൾക്കും ഒരു പ്രത്യേക പ്രിവിലേജും കൊടുക്കാൻ പാടില്ല, പ്രത്യേക പ്രിവിലേജ് കാർഡോ പ്രിവിലേജ് മെമ്പർഷിപ്പോ ഉണ്ടാവാൻ പാടില്ല, ദർശനത്തിനും അങ്ങനെ VIP പരിഗണന പാടില്ല എന്ന് പറയുമ്പോൾ അത് സർക്കാർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്കുള്ള തിരിച്ചടിയാണെന്ന് BJP പറയുന്നു. അതിനോട് പ്രതികരിക്കാം. അയ്യപ്പ സംഗമത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കുറച്ച് VIP-കളെ സൃഷ്ടിക്കലല്ല ശ്രീ അഭിലാഷ്. അയ്യപ്പ സംഗമത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ അനുബന്ധ കാര്യങ്ങൾ മാത്രമാണത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്തസത്ത എന്ന് പറഞ്ഞാൽ അയ്യപ്പ സംഗമം നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി തള്ളിയെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവരുടെയും ധാരണ അയ്യപ്പ സംഗമം നടത്താൻ ഹൈക്കോടതി അനുവാദം കിട്ടിയെന്നാണ്. BJP-യുടെ പ്രതിനിധി വാദിച്ച് പ്രിവിലേജ് നഷ്ടപ്പെടുത്തുന്ന പ്രശ്നമാണ് ഇവിടെ വന്നത്. അതിൻ്റെ അനുബന്ധ കാര്യങ്ങളിൽ സ്പെഷ്യൽ പ്രിവിലേജ് വേണ്ടാന്ന് കോടതി പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വെച്ചാൽ ആർക്കാ തർക്കം? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സർവാത്മന സ്വീകരിച്ചുകൊണ്ട് അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് നടത്തണമല്ലോ. അതല്ലാതെ പ്രിവിലേജിൻ്റെ പ്രശ്നമല്ല അവിടെ ഉള്ളത്. രണ്ടാമത് അദ്ദേഹം ചോദിക്കുന്നത് ഫണ്ട് സമാഹരണമാണോ എന്ന്. ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്താൻ ഫണ്ട് സമാഹരിക്കുന്നതിൽ എന്താ പെശക്? ഞങ്ങൾ റെയിൽവേ എഴുതി വിറ്റതുപോലെ വിറ്റില്ലല്ലോ, ഞങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റില്ലല്ലോ, അതുപോലെ ശബരിമല ഞങ്ങൾ ആർക്കും എഴുതി കൊടുക്കുന്നില്ലല്ലോ. ഈ രാജ്യം മുഴുവൻ എഴുതി വിറ്റുകൊണ്ടിരിക്കുന്നവർ, അരുന്ധതി റോയിയുടെ ഭാഷയെ പറഞ്ഞാൽ 2 പേര് വിൽക്കുന്നു, 2 പേര് വാങ്ങുന്നു. ഈ കച്ചവടം അല്ലല്ലോ ശബരിമല നടക്കുന്നത്. ശബരിമലയുടെ വികസനത്തിന് വേണ്ടി അഭിലാഷിൽ നിന്നോ പിന്നെ നമ്മുടെ പാനലിസ്റ്റുകളിൽ നിന്നോ പുറത്തെ ആളിൽ നിന്നോ അതിന് സംഭാവന കൊടുക്കുന്നെങ്കിൽ അത് ട്രാൻസ്പെറൻ്റായി ചെയ്യുന്നതിൽ എന്താ പെശക്? അതുകൊണ്ട് ഹൈക്കോടതി ഇതിനെ തള്ളിയില്ല എന്ന് ആദ്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് അയ്യപ്പ സംഗമം നടക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ തത്വമസിയായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച പ്രശ്നമാണ്. ആർക്കാ തർക്കം? ഒന്ന്, ഈ സെമിറ്റിക് മതങ്ങൾ ക്രിയേഷനെയും ക്രിയേറ്ററെയും രണ്ടായിട്ടാണ് കാണുന്നത്. അവർ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അദ്വൈതവാദികൾ ഒരുമിച്ചാണ് കാണുന്നത്. ഈ അദ്വൈതവാദത്തിൽ നിന്ന് തന്നെ വ്യത്യസ്തമായി ഹിന്ദുമതത്തിൽ എത്രയോ ധാരകളുണ്ട്, എത്രയോ വ്യത്യാസ ധാരകൾ ഹിന്ദുമതത്തിലുണ്ട്. ഒരർത്ഥത്തിൽ അദ്വൈതവാദികൾക്ക് വിഗ്രഹത്തെ ആരാധിക്കാൻ പറ്റില്ല. അങ്ങനെ ശ്രീനാരായണ ഗുരു വിഗ്രഹവിശ്വാസിയല്ല, ചട്ടമ്പി സ്വാമി വിഗ്രഹവിശ്വാസിയല്ല, വിവേകാനന്ദൻ വിഗ്രഹവിശ്വാസിയല്ല, സാക്ഷാൽ മഹാത്മാഗാന്ധി വിഗ്രഹവിശ്വാസിയല്ല. വിഗ്രഹത്തിൽ വിശ്വസിക്കുന്നവരുമുണ്ട്. അങ്ങനെ വ്യത്യസ്ത ധാരയാണ്. ഇത് ഞങ്ങളുടെ ആശയമല്ല പറഞ്ഞത്. ഞങ്ങൾ അദ്വൈതത്തെ
അംഗീകരിക്കുന്നവരെ മാനിക്കുന്നു, സെമിറ്റിക് മതങ്ങളെ മാനിക്കുന്നു. എല്ലാ മതങ്ങളും മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ഏതൊക്കെ ആയുധമെടുത്ത് ഉപയോഗിക്കുന്നോ അതിനെ ചെറുത്തുകൊണ്ട് മനുഷ്യരെ ഒരുമിപ്പിക്കാൻ ഏതൊക്കെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നോ അതിനെ സർവാത്മന സ്വീകരിക്കുന്നവരാ ഞങ്ങൾ. അതുകൊണ്ട് അത്തരം ഒരു വാദം ഉയർത്തി ഇതിനെ ഖണ്ഡിക്കേണ്ട കാര്യമില്ല. ശരി. പക്ഷെ അനിൽ ബോസ്, ഇപ്പോ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു അയ്യപ്പ സംഗമമാകാം. അതിന് ചില നിർദ്ദേശങ്ങൾ കൂടി ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. പമ്പയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം, സ്ഥിരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല, പ്ലാസ്റ്റിക് പാടില്ല, ഇങ്ങനെ കുറച്ചധികം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അംഗീകരിക്കാമെന്ന് ദേവസ്വം ബോർഡ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. അയ്യപ്പ സംഗമം നടക്കാൻ പോവുകയാണ്, 3000 ആളുകൾ അതിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി അതിൽ നിന്ന് മാറി നിൽക്കലോ അതിനെ എതിർക്കലോ കരണീയമാണോ? അതിന്റെ കാര്യമുണ്ടോ? ഇപ്പോൾ വന്നിട്ടുള്ള കോടതി വിധിയെ ഞാൻ അത്ഭുതത്തോടു കൂടി ഒന്നും നോക്കിക്കാണുന്നില്ല. നമുക്കറിയാമല്ലോ, ഗവൺമെൻറ് ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നു, പറയുന്നത് വികസന പ്രവർത്തനം. ശബരിമല പോലെ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലത്തിൻ്റെ വികസനം, അത് ചൂണ്ടിക്കാണിച്ചാൽ ഏത് കോടതിക്കാണ് നിഷേധിക്കാൻ കഴിയുക? അത് നിയമപരമായ ഒരാൾക്കും തടയാൻ കഴിയുന്ന കാര്യമല്ല. ഒരു ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോജക്റ്റ്, ഒരു മാസ്റ്റർ പ്ലാൻ എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു കോടതിക്കും അത് തടയാൻ കഴിയില്ല. അങ്ങനെ കോടതി തടയും എന്നാരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. ഇവിടെ നമ്മുടെ വിമർശനം വ്യത്യസ്തമാണ്. വിശ്വാസികൾക്ക് വേണ്ടി അയ്യപ്പ സംഗമം നടത്തി ശബരിമലയെ പുനരുദ്ധരിക്കാൻ, ആഗോളതലത്തിൽ ശബരിമലയ്ക്ക് പ്രാധാന്യം കിട്ടാൻ വേണ്ടി എന്നുള്ള നിലയിൽ നടത്തുന്ന ഈ പ്രവർത്തനം ഒരു രാഷ്ട്രീയ തട്ടിപ്പാണ് എന്ന് പറയുന്നത് ക്രിയാത്മകമായ വിമർശനമാണ്. ആ വിമർശനം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഒരു മഹാസംഗമം വിളിച്ചു കൂട്ടിയല്ല ചെയ്യുന്നത്. അതിന് ടെക്നിക്കൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, ഗവൺമെൻറ്റിൻ്റെതായ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ, അവരുടെ പ്രോജക്റ്റും അവരുടെ പ്രപ്പോസലും ക്യാബിനറ്റ് റെസൊല്യൂഷൻ എടുത്ത് നടപ്പിലാക്കുന്നതിന് അവിടെ ഒരു പൊതുസമ്മേളനം വിളിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നത് ഇത് നിക്ഷേപ സംഗമമാണ്, വ്യാവസായിക സംഘമാണ്. അതാണ് കാര്യം. അതിന് നിങ്ങൾ ഭക്തർക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് പറയേണ്ട. ഇവിടെ നിങ്ങൾ നിക്ഷേപം സ്വീകരിക്കാൻ വേണ്ടി നേരായ വഴിയിലും നേരുകെട്ട വഴിയിലും നിങ്ങൾക്ക് ചില സ്ഥാപിത താല്പര്യം നടത്താൻ വേണ്ടി, നിങ്ങൾക്ക് മീൻസ് ഗവൺമെൻറ്റിന് അവരുടെ പേഴ്സണൽ താല്പര്യം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്, അപ്പോൾ അത് നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് എന്ന കൃത്യമായ വിമർശനം. അതിന് വിശ്വാസത്തെയും വിശ്വാസികളെയും മായാപ്രപഞ്ചത്തിൽ വീഴിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചണ്ഡമായ പ്രവർത്തനം ഇതാണ്. ഇത് മുൻപും ചെയ്ത ഇതാണ്. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടും ചെയ്ത ഇത് തന്നെയാണ്. അന്ന് വിപ്ലവാത്മകമായ നടപടി, നവോത്ഥാന സമിതി 50 കോടി രൂപ നൽകുന്നു. എന്തൊക്കെയായിരുന്നു വിപ്ലവകരമായി ഇത്രയും സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ ഇത്രയും ജാഗ്രവത്തായൊരു പാർട്ടിയും ഗവൺമെൻറ്റുമായി? എന്ത് മഹാമനസ്കതയാണ് ഇവർക്ക് കോടതിയോടുള്ളതെന്നറിയാമോ? അപ്പം നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ നടത്താൻ പോകുന്ന സംഗമത്തിലെ രാഷ്ട്രീയവും അവരെടുക്കുന്ന ആത്മാർത്ഥതയില്ലാത്ത സമീപനത്തെയുമാണ് ചലഞ്ച് ചെയ്യുന്നത്. അല്ലാതെ ഗവൺമെൻറ് ഏതെങ്കിലും പരിപാടി വെച്ചാൽ എങ്ങനെയാണ് കോടതി കൊടുത്തിട്ട് ഒരു സ്റ്റേ മേടിക്കാൻ പറ്റുന്നത്? അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടോ? ആളുകൾക്ക് കോടതിയെ സമീപിക്കാം അഭിലാഷേ. അനുവദിക്കാതിരിക്കുന്ന പ്രശ്നം ഉണ്ടാകില്ല എന്ന് താങ്കൾ പറഞ്ഞു. ശരി തന്നെ. എന്റെ ചോദ്യം, ഇപ്പൊ 20-ാം തീയതി സംഗമം നടക്കാൻ പോവാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിൽ ഡെലിഗേറ്റ്സ് വരും, അയ്യപ്പ ഭക്തർ വരും. അപ്പോൾ ഒരു വലിയ ഇവന്റ് നടക്കാണ്. ഗവൺമെന്റ് മുൻകൈ എടുത്ത് ദേവസ്വം ബോർഡ് നടത്തുന്ന പരിപാടിയാണ്. ഗവൺമെന്റ് ആണ് ഇതിന് ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ ലോജിസ്റ്റിക്സും നൽകുന്നത്. അങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിനെ വിമർശന ബുദ്ധിയാ കാണേണ്ടതുണ്ടോ? അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇതെന്തായാലും ഇത് നടക്കാൻ പോവാണ്. അല്ല, നടക്കുന്നതിന് നമുക്ക് വിമർശനമുണ്ട്. അപ്പോഴുമുണ്ട്, ഇപ്പോഴുമുണ്ട് വിമർശനം. ആ വിമർശനം കോടതി ഉൾക്കൊണ്ടല്ലോ. എന്താ നമ്മൾ പറഞ്ഞത്? ഭക്തരെ വേർതിരിക്കാൻ പാടില്ല. ഭക്തർ എന്നുള്ള നിലയിൽ കുറേ സമ്പന്നന്മാരെ കൊണ്ടുവന്ന് അവർക്ക് പ്രിവിലേജ് കാർഡുകൾ കൊടുത്ത് എല്ലാ ഭക്തർക്കും ഉള്ളതിനേക്കാൾ ഫെസിലിറ്റികൾ കൊടുക്കാൻ ശ്രമിക്കുന്ന നടപടികൾ, ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ശുദ്ധ തട്ടിപ്പ് സമീപനമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പറഞ്ഞത് കോടതി ശരിവെച്ചല്ലോ. അത് കോടതി ശരിവെച്ച് കഴിഞ്ഞു. ഭക്തരിൽ വേർതിരിവ് പാടില്ല, തുല്യതയ്ക്ക് വിഘാതം വരുത്തുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം അവിടുത്തെ സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് പോയി ഉരുക്കി കഴിഞ്ഞിരിക്കുന്നു. കോടതിക്ക് വിധേയമായി അനുദിന പ്രവർത്തനങ്ങൾ നടക്കേണ്ട ഒരു സ്ഥലത്ത് കോടതി അറിയാതെ ചെയ്തിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാൻ കോടതി പറഞ്ഞപ്പോൾ അത് ഉരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയണം. അതൊക്കെ ഒട്ടനവധി നിയമ തർക്കങ്ങൾക്കും ഒട്ടനവധി വിവാദങ്ങൾക്കും ഇടം നൽകുന്ന കാര്യങ്ങളാണ് ശബരിമലയിൽ കെടുകാര്യസ്ഥത മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവരതെല്ലാം കൂടെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി എന്നൊന്നും ഞാൻ ഈ ചർച്ചയിൽ ആരോപിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ആരെങ്കിലും ആരോപിച്ചാൽ തെറ്റു പറയാൻ കഴിയുമോ?
കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കേണ്ട ഒരു നടപടിക്രമത്തെ അതിന് വശംവദരാകാതെ ഏകപക്ഷീയമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ ഇവർക്ക് ലാഭ താല്പര്യങ്ങളുണ്ടെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് അവരെ തള്ളിക്കളയാൻ കഴിയുമോ? അല്ല, അതിലൊക്കെ ഞാൻ പറഞ്ഞത് കോടതിയുടെ മേൽനോട്ടത്തിൽ സമർപ്പിച്ച ആൾ തന്നെയാണല്ലോ അതിന്റെ അറ്റകുറ്റപ്പണിയും നടത്തുന്നത്. അപ്പൊ കാണിക്ക കൊടുത്ത ആള് തന്നെ അത് ഏതെങ്കിലും തരത്തിൽ തിരിമറി നടത്തുമെന്ന് പറയാൻ കഴിയില്ല. ഒരാൾ ദൈവത്തിന് സമർപ്പിക്കുന്നതല്ലേ അയാളുടെ വഴിപാടും കാണിക്കുകയൊക്കെ. അപ്പൊ അത് അയാൾ ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് നടത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ താങ്കൾ കോടതി എന്ന് പറയുമ്പോൾ ഈ കോടതി എന്ന് പറയുന്നത് ഭരണാധികാര സ്ഥാപനമല്ലല്ലോ. അഡ്ജുഡിക്കേറ്റ് ചെയ്യേണ്ട കോടതികൾ ഇങ്ങനെ ഇപ്പൊ കേരളത്തിലെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ശരിക്കും ദേവസ്വം ഭരണം തന്നെ നടത്തുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് ഏത് പാർട്ടി കേരളം ഭരിക്കുമ്പോഴാണെങ്കിലും അത് അനുയോജ്യമായിട്ടുള്ളൊരു കാര്യമാണോ? കോടതി നാട് ഭരിക്കാൻ നിയോഗിക്കപ്പെട്ട സംവിധാനമാണോ? അല്ല, കോടതി ഇടപെട്ടിട്ടാണല്ലോ അവിടുത്തെ പ്രിവിലേജ് സംവിധാനങ്ങൾ എടുത്തു മാറ്റിയത്. ഏത് VIP വന്നാലും സാധാരണ ഭക്തർ നിന്നാൽ മതി എന്ന് തീരുമാനിച്ചത് ദേവസ്വം ബോർഡ് അല്ലല്ലോ. ആണോ? കേരള ഗവൺമെൻറ് ആണോ? അല്ലല്ലോ. കോടതി പല കാര്യങ്ങളിലും ഇടപെടുന്നേ. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റുള്ള കാര്യങ്ങളിൽ, നിയമപരമായി ചലഞ്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ കോടതി ഇടപെടും. കോടതിക്ക് ഇടപെടാം. കോടതി ഇടപെടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ധിക്കരിച്ച് കളയാൻ കഴിയില്ല. കോടതി വിധികൾ നമുക്ക് ഇഷ്ടമുള്ള വിധികൾ വരുമ്പോൾ അത് കൊള്ളാം, ഇഷ്ടമില്ലാത്തത് വരുമ്പോൾ അത് കൊള്ളില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ നമ്മൾ ഉയർത്തിയ പ്രശ്നം എന്താണ്? ഇത് വരാനിരിക്കുന്ന 8 മാസക്കാലത്തിനകം ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. 1 മാസമോ 2 മാസമോ കഴിയുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ സന്ദർഭത്തിൽ ഇന്നലകളിൽ നഷ്ടപ്പെട്ട വോട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ തന്ത്രത്തിൻ്റെ ഭാഗമായി ഒരു വ്യവസായ സംഗമം നടത്തുന്നു. അതുവഴി പണം വരും. അത് ദേവസ്വം ബോർഡിലേക്ക് എത്ര വരും, പാർട്ടിക്ക് എത്ര വരും എന്നൊക്കെ ഉള്ളത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലെ ഭക്തരെന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമല അയ്യപ്പൻ്റെ സന്നിധിയിൽ വന്ന് നിന്നുകൊണ്ട് ഏറ്റവും മുന്നിൽ നിന്ന് തൊഴാൻ അവസരം കിട്ടിയാൽ കോടികൾ കൊടുക്കാൻ ആളുണ്ടെന്നേ. കോടികൾ കൊടുക്കാൻ ആളുണ്ട്. മുൻ മേൽശാന്തിമാരോടൊക്കെ ചോദിച്ചു നോക്കണം. അവർക്കൊന്നും പിന്നെ നാട്ടിൽ നിൽക്കാൻ പോലും നേരമില്ല. മറ്റ് പല സംസ്ഥാനങ്ങളിലും പൂജാതി നടപടിക്രമങ്ങളായിട്ട് പോകാം. കാരണം ലക്ഷങ്ങൾ കൊടുക്കും. അത്രയധികം അയ്യപ്പനെ വിശ്വസിക്കുന്ന, അയ്യപ്പനെ ആരാധിക്കുന്ന ആളുകളുണ്ടെന്നേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. അപ്പം പണം വരാനുള്ള പല വഴികളുണ്ട്. അതിപ്പോൾ വ്യവസായ സംഗമം എന്നുള്ള നിലയിൽ വികസനം, മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന് വേണ്ടി വഴിവെട്ടുന്ന നടപടികൾ കൂടി എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ പറയുന്നത് വാഴ നനയുമ്പോൾ ചീരയും നനയുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ചർച്ചയിലും ഞാൻ അഭിലാഷുമായി തന്നെ ഇരുന്നപ്പോൾ പറഞ്ഞതാണ്. ഇവിടെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഓരോ ഘട്ടങ്ങളിലും അതിപ്പോൾ ക്ഷേത്രകാര്യങ്ങളായാലും ഓണാഘോഷമാണെങ്കിലും സ്പോൺസർഷിപ്പ് CSR ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ നടക്കുന്ന വലിയ കൊള്ളകളാണ് ഇവരുടെ താല്പര്യം. ഇത് ഞാൻ പറയുമ്പോൾ ബന്ധപ്പെട്ട കാര്യം നമുക്ക് വിശദമായി ഒന്നുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ അതിലേക്ക് വരാം. പക്ഷേ ഇപ്പോൾ ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ശ്രീ ശങ്കുട്ടിദാസ്, സന്ദർഭത്തിനനുസരിച്ച് രാഷ്ട്രീയ കാലാവസ്ഥക്കനുസരിച്ച് ഓരോരോ നിലപാടുകൾ രാഷ്ട്രീയ കക്ഷികൾ എടുക്കുമ്പോൾ അവരുടെ അനുയായികൾ അടക്കമുള്ള ആളുകൾ അതെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം കൂടി പ്രധാനമാണല്ലോ. ഇപ്പോൾ ശബരിമല കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. അത് വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസത്തിന്റെ കേന്ദ്രമാണ് എങ്കിൽ ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് കേരളം എന്ന സംസ്ഥാനത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിൽ അവിടെ ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. കേരളത്തെ സംബന്ധിച്ച് ഡൊമസ്റ്റിക്കലി ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു ഇവന്റ് എന്ന് പറയുന്നത് ശബരിമലയിലെ 2 സീസണാണ്, അല്ലെങ്കിൽ 2 ഉത്സവങ്ങളാണ്. അപ്പൊ അത് ഏത് സർക്കാർ ഭരിച്ചോട്ടെ, വിശ്വാസമുള്ള സർക്കാർ ഭരിച്ചാലും വിശ്വാസമില്ലാത്ത സർക്കാർ ഭരിച്ചാലും അവരെ സംബന്ധിച്ച് അവരുടെ ഡ്യൂട്ടിയാണ് അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക, ഫെസിലിറ്റീസ് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അത് സ്വാഭാവികമായും ആലോചിക്കും. ഇതിനെ വിശ്വാസവുമായി കൂട്ടി കണക്ട് ചെയ്ത് ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. ഇതിനെ എന്തുകൊണ്ട് ഈ നടത്തുന്ന പ്രക്രിയ അഡ്മിനിസ്ട്രേറ്റീവായ ഒരു കാര്യമായി കാണുന്നില്ല? നോക്കൂ, ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസനം നടത്തുക എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികം പ്രമാണിച്ച് നടത്തേണ്ട ഒരു മെഗാ ഇവന്റ് അല്ല. അത് ഓരോ വർഷവും നടക്കേണ്ടതാണ്, ഓരോ ദിവസവും നടക്കേണ്ട ആലോചനയാണ്. ശബരിമല ക്ഷേത്രത്തിൽ ഈ 75ാം വാർഷികം പ്രമാണിച്ചിട്ടല്ലല്ലോ തീർത്ഥാടനം നടക്കുന്നത്, എല്ലാ കൊല്ലവും നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? ഈ കഴിഞ്ഞ കാലങ്ങളിലേക്ക് അവിടുത്തെ തീർത്ഥാടന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയിട്ട് എന്ത് ആലോചന ഉണ്ടായിട്ടുള്ളത്? കേരളത്തിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ ഒരേ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒന്നിച്ച് ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രം, കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഏതാണ്ട് 2000 കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ ഭക്തരെ ഏറ്റവും മൂന്നാം കിട, അതിനേക്കാളിൽ താഴെ ഒരു കിട
ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പ്രയോഗത്തിലുള്ളൊരു ശബ്ദം പറഞ്ഞതാണ്. ഏറ്റവും തരം താഴ്ന്ന ആളുകളായിട്ട് ഒരു തരത്തിലുള്ള പരിഗണനയും ആവശ്യമില്ലാത്ത ആളുകളായിട്ട് അവിടെ ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ള ആളുകൾക്ക് അറിയാം. അവിടെ വിരി വെക്കാനുള്ള സൗകര്യമുണ്ടോ? അവിടെ ഒരു മലമൂത്ര വിസർജനം നടത്താനുള്ള സൗകര്യമുണ്ടോ? അവിടെ ആളുകൾക്ക് ഇത്രയും കഷ്ടപ്പെട്ട് വരുന്ന ആളുകൾക്ക് ഒരു സെക്കൻഡിൽ നിന്ന് തൊഴാനുള്ള അവസരമുണ്ടോ? അവിടെ അപ്പു അരവടിയും മേടിക്കാൻ ആളുകൾക്ക് എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടോ? അതൊക്കെ ചർച്ച ചെയ്യാനല്ലേ ഈ കോൺക്ലേവ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇപ്പൊ താങ്കൾ പറയുന്ന ഈ കൺസേൺസ് ഒക്കെ ഉണ്ടല്ലോ, വിരി വെക്കാൻ സൗകര്യമില്ല, മതിയായ സാനിറ്റേഷൻ സൗകര്യങ്ങളില്ല, ശുചിമുറികളില്ല, ഇതൊക്കെ ഈ 3000 ഡെലിഗേറ്റ്സിൽ കുറെ ആളുകൾ ഉന്നയിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഈ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ആളുകളോട് ചോദിക്കും. അപ്പൊ അവർക്കുള്ള പ്രപ്പോസൽസ് അങ്ങോട്ട് വെക്കും. എന്തൊക്കെയാണ് ഭക്തരുടെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് വേണ്ട സൗകര്യങ്ങൾ എന്നുള്ളത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം ചോദിച്ചറിയുന്ന പ്രക്രിയയിലെ ഈ കോൺക്ലേവ്. അപ്പൊ അങ്ങനെ ഒരു കോൺക്ലേവ് നടത്തിയാൽ എന്താണ് കുഴപ്പം എന്നുള്ളതാണ് എന്റെ ചോദ്യം. സാർ, അത് ചോദിച്ചറിയണമെങ്കിൽ അവിടെ ഈ പറയുന്ന ഡെലിഗേറ്റ്സ് ആയിട്ട് ഈ പറയുന്ന വിശ്വാസ സംഗമത്തിൽ വരുന്നത് സാധാരണ നിലയിൽ വിർച്വൽ ക്യൂ ബുക്കിംഗ് എടുത്ത് ശബരിമലയിലേക്ക് പോകുന്ന ആളുകളായിരിക്കണം. അത് നിലയ്ക്കലിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് KSRTC ബസ്സിൽ കയറി പമ്പയിൽ പോയിട്ട് അവിടുന്ന് നടന്നു കയറുന്നവരായിരിക്കണം. അവിടെ ഏതെങ്കിലും പോലീസുകാരുടെയോ മറ്റ് VIP-കളുടെയോ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെയുള്ള ഡെലിഗേറ്റ്സ് ആണ് ഭൂരിപക്ഷം എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ കേട്ടില്ല. അങ്ങനെയുള്ള അതായത് വെർച്വൽ ക്യൂ സംവിധാനം വഴി തന്നെ മുമ്പ് ബുക്ക് ചെയ്തിട്ടുള്ള ആളുകളിൽ നിന്നാണ് ബഹുഭൂരിപക്ഷം ഡെലിഗേറ്റ്സിനെയും തിരഞ്ഞെടുക്കുന്നത്. ഈ പറഞ്ഞ VIP, VVIP അങ്ങോട്ട് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുള്ള ആളുകളുടെ എണ്ണം ശുഷ്കമാണ്. കൂടുതൽ ഈ 3000 ഡെലിഗേറ്റ്സിൽ ബഹുഭൂരിപക്ഷവും താങ്കൾ ഈ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകളല്ലേ? അങ്ങേക്ക് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടുന്നത് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം വാർത്ത എന്ന് പറയുന്നത് 19-20 ദിവസങ്ങളിൽ ശബരിമല ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ സൗകര്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. സാധാരണ മനുഷ്യർക്ക് ഇവർ പമ്പയിൽ നടത്തുന്ന സമ്മേളനത്തെ മാനിക്കാണ്ട് മലയിൽ പോയി ദർശനം നടത്തുന്ന വിചാരിക്കുന്ന ആളുകൾക്ക് 19-20 ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ കിട്ടുന്നില്ല. കംപ്ലീറ്റ്ലി ഡെലിഗേറ്റുകൾക്ക് വേണ്ടിയിട്ട് ആ ദിവസങ്ങൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ 5 സ്റ്റാർ ഹോട്ടലുകൾ മുഴുവൻ സംഗമത്തിൽ വരുന്ന പ്രതിനിധികൾക്ക് വേണ്ടി മാസ് ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ശങ്കുട്ടിദാസ്, ഈ സർക്കാർ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ലെഫ്റ്റനന്റ് ഗവർണർമാരും തുടങ്ങി മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, ഇങ്ങനെയൊക്കെയുള്ള VIP-കൾക്ക് വേണ്ടിയിട്ടാണ് കോട്ടയത്തും ആലപ്പുഴയൊക്കെ റൂം ബുക്ക് ചെയ്യുകയും മറ്റൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ വെർച്വൽ ക്യൂ സംവിധാനം വഴി അവിടെ ദർശനത്തിൽ വരുന്ന ആളുകൾ, അവരാണ് ബഹുഭൂരിപക്ഷം ഡെലിഗേറ്റ്സ്. അവർ അവരുടെ അക്കോമഡേഷൻ സ്വന്തം നിലയ്ക്കാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. അപ്പൊ അവരാണ് ബഹുഭൂരിപക്ഷം ഡെലിഗേറ്റ്സ് എന്നുള്ള നിലയിൽ ഇപ്പൊ നേരത്തെ ശങ്കുട്ടിദാസ് പറഞ്ഞത് മാതിരിയുള്ള ശുചിമുറിയുടെ പ്രശ്നം മുതൽ വിരിവെക്കാനുള്ള പ്രശ്നം വരെ ഉന്നയിക്കണമെങ്കിൽ ഒരു കോൺക്ലേവ് നടക്കണമല്ലോ. നോക്കൂ, ശബരിമല ക്ഷേത്രത്തിലെ വിശ്വാസി സംഗമം, അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഓരോ വർഷവും മണ്ഡലം മകരവിളക്ക് കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ആ കാലഘട്ടങ്ങളിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ ഉള്ള സൗകര്യങ്ങൾ കൂടി പിൻവലിച്ചിട്ടുള്ള സർക്കാരാണിത്. അതായത് അവിടെ സന്നദ്ധ സംഘടനകൾ കൊടുത്തിരുന്ന അന്നദാനം വേണ്ടെന്ന് വെച്ചിട്ട് പകരം ഈ പറയുന്ന ലേലത്തിന് ടെൻഡർ പിടിച്ച് കിടത്തുന്ന ഹോട്ടലുകൾക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അയ്യപ്പ സേവാ സംഘം ഉൾപ്പെടെ നടത്തിയിരുന്ന സൗജന്യ അന്നദാനം വേണ്ടെന്ന് വെപ്പിച്ചിട്ടുള്ള ആളുകളാണ്. അവിടെ നിലനിൽക്കുന്ന സൗകര്യങ്ങൾ പോലും പരിമിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പറയുന്ന VIP ഡെലിഗേറ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമ്മേളനം നടത്തുന്നത് ശബരിമല ക്ഷേത്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് കരുതാൻ പ്രയാസമുണ്ട്. അത് മറ്റൊരു രീതിയിൽ എന്താണ് സർക്കാരിലേക്കോ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കോ ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്. അതിന് ശബരിമല ക്ഷേത്രത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, 1248 ക്ഷേത്രങ്ങളുടെ ഭരണ നിയന്ത്രണം കൈയാളുന്ന ഒരു സംവിധാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമല ക്ഷേത്രത്തിന്റെ മാത്രമല്ല, ആ വരുമാനമുള്ള ഒരു ക്ഷേത്രത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ ഒരു ക്യാഷ് കൗ പോലെ പരിഗണിച്ചുകൊണ്ട് ആ അയ്യപ്പൻ എന്ന് പറയുന്ന വൈകാരിക മൂർത്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കൂടുതൽ ധനം സമാഹരിക്കാനുള്ള ഒരു മാർഗമായിട്ടല്ലാതെ വിശ്വാസികളുടെ ഏതെങ്കിലും നിലയിൽ പ്രതിബദ്ധത ഉള്ളതായിട്ട് കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനം കൊണ്ടൊന്നും ഈ സർക്കാരുകൾ തെളിയിച്ചായി കാണുന്നില്ല. അതാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രശ്നം. ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങ് ചോദിച്ചൊരു ചോദ്യം, ഹൈക്കോടതിയാണോ ഇത്തരം കാര്യങ്ങളിൽ ഭരണം നടത്തേണ്ടത്? നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാരല്ലേ എടുക്കേണ്ടത്? ഹൈക്കോടതിക്ക് അഡ്ജുഡിക്കേറ്ററി ആയിട്ടുള്ള അധികാരമല്ലേ ഉള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ ദേവസ്വം എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനാണ് ആ രീതിയിൽ ഭരണപരമായിട്ടുള്ള അധികാരം ഇല്ലാത്തത്. നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ, അത് ഭരണഘടനാപരമായിട്ടുള്ള നിയമാനുസൃതമായിട്ട് നിലവിൽ വന്നിട്ടുള്ള സംഭവമല്ല. അതൊരു പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ടിന്റെ ഉൽപ്പന്നമാണ്. 1949 നവംബർ 26 മാത്രമാണ് ഭരണഘടന അംഗീകരിക്കുന്നത്. ജനുവരി 26 നിലവിൽ വരുന്നത്. 1948 ജൂലൈ മാസത്തിൽ ഏർപ്പെട്ടിട്ടുള്ള തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ഏർപ്പെട്ടിട്ടുള്ള കവനന്റിന്റെ അടിസ്ഥാനത്തിലാണ് ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് വരുന്നത്. ഈ പറയുന്ന തിരുവിതാംകൂറും
കൊച്ചി തമ്മിൽ ഏർപ്പെട്ടിട്ടുള്ള കവനന്റിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു? നാളെ ട്രാവൻകൂർ കൊച്ചിൻ യൂണിയൻ ഉണ്ടായി കഴിഞ്ഞാൽ, മതേതര ജനാധിപത്യ സർക്കാരുകൾക്ക് കീഴിൽ നമ്മൾ ലയിച്ചു കഴിഞ്ഞാൽ, ഈ ക്ഷേത്രങ്ങളുടെ ഭരണം മതേതര ഭരണകൂടങ്ങൾക്ക് കീഴിൽ വരരുത്, അവയ്ക്ക് സ്വയം ഭരണാധികാരം ഉണ്ടാവണം. അല്ലാണ്ട് സെക്യുലർ ഡെമോക്രാറ്റിക് ഗവൺമെന്റുകളല്ല ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഭരിക്കേണ്ടത്. അതുകൊണ്ട് അവയെ ഭരിക്കാൻ വേണ്ടി സ്വതന്ത്ര സ്വയംഭരണ സ്വാധികാര സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ കവനന്റ് ഉണ്ടാക്കിയത്. കവനന്റിന്റെ അടിസ്ഥാനത്തിലാണ് ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് വന്നത്. അതുകൊണ്ടാണ് അതിന്റെ മേൽനോട്ടം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഏൽപ്പിച്ചത്. അന്ന് ഈ പറയുന്ന ഐക്യ കേരളം ഉണ്ടായിട്ടില്ല. 1949 ട്രാവൻകൂർ കൊച്ചിൻ യൂണിയനും 1956 ഭാഷാടിസ്ഥാനത്തിൽ കേരളം ഉണ്ടാവുന്നത്. ആദ്യത്തെ വ്യവസ്ഥ എന്തായിരുന്നു എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഹിന്ദു അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു, നോൺ സെക്യുലർ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. അന്ന് മറ്റേ നമ്മുടെ VP മേനോനും അതേപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലും വന്ന് തിരുവിതാംകൂർ മഹാരാജാവിനെ കണ്ട് ഈ പറയുന്ന ഈ യൂണിയനിൽ ലയിക്കാൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ ഒപ്പിടാൻ അംഗീകരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്നൊരു പ്രോമിസ് എന്ന് പറയുന്നത് ഗവർണർക്ക് പകരമായിട്ട് രാജപ്രമുഖ് എന്നൊരു സ്ഥാനം ഉണ്ടാവുന്നു. ആ രാജപ്രമുഖ് സ്ഥാനം പെർമനന്റ് ആയിട്ട് തിരുവിതാംകൂർ മഹാരാജാവിന് കൊടുക്കുന്നു. ഉപരാജപ്രമുഖ് അല്ലെങ്കിൽ വലിയ തമ്പുരാൻ എന്ന് പറയുന്ന ഒരു സ്ഥാനം കൊച്ചി മഹാരാജാവിന് കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എങ്ങനെയാണെന്നറിയോ? ഒരു അംഗത്തെ, 3 അംഗങ്ങളുള്ള ദേവസ്വം ബോർഡിലെ ഒരു അംഗത്തെ നിർദ്ദേശിക്കാൻ രാജപ്രമുഖായിട്ടുള്ള തിരുവിതാംകൂർ മഹാരാജാവിന് അധികാരം, ഒരു അംഗത്തെ നിർദ്ദേശിക്കാൻ മന്ത്രിസഭയിലെ ഹിന്ദു അംഗങ്ങളുടെ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ, 3ാമത്തെ അംഗത്തെ നിയമസഭയിലെ ഹിന്ദു MLA തിരഞ്ഞെടുക്കുന്ന ഒരാൾ. അതായത് കംപ്ലീറ്റ്ലി ഹിന്ദു ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആയിരിക്കണം എന്നുള്ളതായിരുന്നു അവിടുത്തെ വ്യവസ്ഥയായിട്ട് വെച്ചിട്ടുള്ളത്. ഇവരെല്ലാം ഹിന്ദു താല്പര്യത്തെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ള സങ്കല്പം കൊണ്ടാണ് ഈ സമാന്തരമായിട്ട് വേറെ ഇലക്ഷൻ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് 56 വന്നപ്പോൾ നമ്മൾ രാജപ്രമുഖ് എന്ന് പറയുന്ന സ്ഥാനം എടുത്തു കളഞ്ഞു. ഈ പറയുന്ന ഗവർണർ എന്ന് പറയുന്ന സ്ഥാനം വന്നതോടുകൂടി മഹാരാജാവിന്റെ റെപ്രസെന്റേഷൻ പോയി. അപ്പോൾ ആ സ്ഥാനം സർക്കാരിന് നിർദ്ദേശിക്കാമെന്നായി. പിന്നീട് സർക്കാരുകൾ 80കൾക്ക് ശേഷം ഹിന്ദു അംഗങ്ങൾ മാത്രം നിർദ്ദേശിക്കുന്ന എന്ന പ്രൊവിഷൻ എടുത്തു കളഞ്ഞു. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തമാണ്, മന്ത്രിസഭയ്ക്ക് കൂട്ടായി തീരുമാനിക്കാം, അതിൽ ഹിന്ദു അംഗങ്ങൾക്ക് സ്പെഷ്യൽ റൈറ്റ്സ് വേണ്ട എന്ന അമെന്റ്മെന്റിലൂടെ തീരുമാനിച്ചു. അവസാനത്തെ ഇത് മാത്രമാണ് നിയമസഭയിലുള്ള ഹിന്ദു അംഗങ്ങൾ എന്നുള്ളത്. അതും ഈ ആന്റി ഡിഫെക്ഷൻ ലോ വന്നതോടുകൂടി, കൂറുമാറ്റ നിരോധന നിയമം വന്നതോടുകൂടി, വിപ്പിന് കീഴിൽ അംഗങ്ങൾ പ്രവർത്തിക്കുന്നതോട് കൂടിയിട്ട് അത് മുന്നണിയുടെ തീരുമാനം നടപ്പാക്കുന്നവരായി, ഹിന്ദു താല്പര്യം സംരക്ഷിക്കാത്തവരായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നിയമം ഉണ്ടാക്കിയതിന്റെ ഇന്റൻഷൻ തന്നെ ഫെയിലായി. യഥാർത്ഥത്തിൽ ഇവിടെ കോൺക്ലേവ് നടത്തേണ്ടത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലനിൽക്കുന്നതിന് എന്തെങ്കിലും ധാർമ്മികാധികാരം ഉണ്ടോ, ഇത് ഉണ്ടാക്കിയിട്ടുള്ള പാരന്റ് ആക്ടിന് വിധേയമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്, അതോ അതിന്റെ ഇന്റൻഷന് വിരുദ്ധമായിട്ട് അത് പോയിണ്ടോ എന്നുള്ള കാര്യത്തിലാണ്. ശരി, അതിനൊക്കെയുള്ള മറുപടി എന്താണ് ശ്രീ PK ഗോപൻ? ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ ചർച്ചയിൽ തന്നെ ഉരുത്തിരിഞ്ഞത് ഏത് തരത്തിലുള്ള ഫണ്ട് റൈസിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഫണ്ട് റൈസിംഗ് മാതൃകകളുണ്ട്. ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അമേരിക്കൻ സന്ദർശനം നടത്തിയാൽ അവിടെ ഫണ്ട് റൈസിംഗിന് വേണ്ടി ഈ ഡയമണ്ട് സ്പോൺസർഷിപ്പ്, ഗോൾഡ് സ്പോൺസർഷിപ്പ്, സിൽവർ സ്പോൺസർഷിപ്പ് തുടങ്ങിയ പരിപാടികൾ ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ $1,00,000 സംഭാവന കൊടുക്കുന്ന ആൾക്ക് ഡയമണ്ട് സ്പോൺസർഷിപ്പ് കിട്ടും. അപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ കൂടെ ഡിന്നർ കഴിക്കാൻ പറ്റും. താഴെയുള്ള ആളുകൾക്ക് ഇന്ന സഭകളിൽ അല്ലെങ്കിൽ ഇന്ന സന്ദർഭങ്ങളിൽ പ്രവേശന അവകാശം കൊടുക്കും. അങ്ങനെ ഇവന്റ്സ് നടത്തി ഫണ്ട് റൈസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ ഇവിടെ ഇപ്പോൾ ദൈവത്തിന്റെ അയ്യപ്പന്റെ പേരിൽ അങ്ങനെ ഫണ്ട് പിരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വലിയ പ്രശ്നം ഉണ്ട്. ഇത് മറ്റ് ഇവന്റ് പോലെ ഈ ശബരിമലയെയും അയ്യപ്പനെയും ഒക്കെ കച്ചവടമാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഇവിടെ നിങ്ങളുടെ എതിർ കക്ഷികൾ ഉന്നയിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നോ? അല്ല, ഇത് വീണ്ടും വീണ്ടും ഈ സംഭവം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഇവരുടെ രണ്ടുപേരുടെയും സൈക്കോളജി എന്താ? ഞാൻ ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞ 2 പേഴ്സൺ അല്ല ഉദ്ദേശിച്ചത്. BJPയുടെയും കോൺഗ്രസിൻ്റെയും വിഷമം എന്താണ്? ശബരിമല ഉപയോഗിച്ചുകൊണ്ട് ദീർഘകാലം ഇടതുപക്ഷത്തിനെതിരായി ആയുധമായിട്ട് ഉപയോഗിക്കാം. അതിലുള്ളൊരു അസ്വസ്ഥതയല്ലേ രണ്ടുപേരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്? ശബരിമലയെക്കുറിച്ച് തെറ്റിദ്ധാരണ വരുത്തുക, ശബരിമലയുടെ പ്രശ്നങ്ങളിൽ തെറ്റായി ഇടതുപക്ഷം ഇടപെടുന്നു എന്ന വ്യാജപ്രചരണം വ്യാപകമായി നടത്തുക, രാജ്യവ്യാപകമായി നടത്തുക, ഇത്തരം സംഭവങ്ങളുടെയൊക്കെ മുനയൊടിക്കുന്ന ഒരു സംഭവം അവിടെ അരങ്ങേറുമ്പോൾ അസ്വസ്ഥത നമുക്ക് മനസ്സിലാവും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫണ്ട് എങ്ങനെയാണ് ഉണ്ടാകുക? ഫണ്ടിനെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇന്നത്തെ ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്താണോ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് മാത്രം അതനുസരിച്ചേ പ്രവർത്തിക്കാൻ കഴിയൂ. അങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ് ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും എല്ലാം മുന്നോട്ട് വയ്ക്കുകയാണ്. വീണ്ടും ഫണ്ടിൻ്റെ കാര്യത്തിൽ ഇവർക്ക് എന്തിനാ ആശങ്ക? ഇപ്പോൾ അനിൽ ബോസിൻ്റെ ആശങ്ക നമുക്ക് മനസ്സിലാവും. കാരണം ദുരന്തം വന്നാൽ പോലും ഫണ്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുന്നവരാണവർ. മറ്റവരുടെ ആശങ്ക നമുക്ക് മനസ്സിലാവും. അവർ ഫണ്ട് ഉണ്ടാക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴിയാണ്. അങ്ങനെ പല വിധത്തിൽ ഫണ്ട് റൈസ് ചെയ്യുന്നവർക്ക് ഇത് ദഹിക്കത്തില്ല. പിന്നെ അനിൽ ബോസ് എല്ലാ ചർച്ചയിലും പറയുന്ന ഒരു കാര്യമാണ് ഇത് അടിച്ചു മാറ്റാനുള്ള ഏർപ്പാടാണെന്ന്.
അതെല്ലാം അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ 8 വർഷമായി 9 വർഷമായി ഇവിടെ LDF ഭരിക്കുന്നു. ഏതെങ്കിലും ഒരു അഴിമതി കേസ് ഒരെണ്ണം, എത്ര പ്രശ്നങ്ങൾ നിങ്ങൾ ഉന്നയിച്ചു? നിങ്ങൾ ബിരിയാണി ചെമ്പ് കൊണ്ടുവന്നു, നിങ്ങൾ സ്വർണ്ണക്കടത്ത് കൊണ്ടുവന്നു, നിങ്ങൾ AI ക്യാമറ കൊണ്ടുവന്നു, നിങ്ങൾ K-സ്മാർട്ട് കൊണ്ടുവന്നു, എന്തെല്ലാം കൊണ്ടുവന്നു, എല്ലാം ചീറ്റിപ്പോയിട്ട് നിങ്ങൾ എന്തിനാണ് ഈ സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ജീർണിച്ച വശങ്ങൾ എല്ലാ പാർട്ടികളുടെ അടുത്ത് മുഖത്തെടുത്ത് ചാർത്തുന്ന എന്തിനാ? ഇത് വെറുതെ ഇത് പറയാതെ, ഇതൊന്നും പൊതുജനം വിശ്വസിക്കുന്ന കാര്യമല്ലല്ലോ. നിങ്ങൾ കഴമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി മുന്നോട്ട് വെച്ചൊരു പ്രശ്നമുണ്ട്. എന്തിനാണ് ഈ ടെക്നോക്രാറ്റുകളും അതുപോലുള്ള ഉദ്യോഗസ്ഥരും അതിന് പറ്റുന്ന ആളുകളെ വിളിച്ചാൽ പോരെ, എന്തിനാണ് സാധാരണ ജനങ്ങളെ വിളിക്കുന്നത്? എനിക്ക് അദ്ദേഹം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, ഗ്രാമസഭ നടത്തുന്നത് ശരിയാണോ? അങ്ങ് അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? വർക്കിംഗ് ഗ്രൂപ്പുകൾ സംഘടിപ്പിക്കുന്നത് ശരിയാണോ? കുറച്ചുകൂടി ഉയർന്നു പറഞ്ഞാൽ അസംബ്ലി വേണോ, പാർലമെൻറ്റ് വേണോ? ഇവിടെയൊക്കെ ടെക്നോക്രാറ്റുകളല്ലല്ലോ ഇരിക്കുന്നത്. അസംബ്ലിയിലും പാർലമെൻറ്റിലും ഒക്കെ ലബ്ധപ്രതിഷ്ഠരായ രാഷ്ട്രീയ നേതൃത്വമാണ് ഭൂരിപക്ഷം ഇരിക്കുന്നത്. അപ്പോൾ അവിടങ്ങളിലെല്ലാം നിങ്ങൾ ഇവരെ വിളിച്ചുകൊണ്ട് നടത്തിയാൽ മതി എന്ന് പറയുമോ? ഇങ്ങനെയുള്ള യാന്ത്രികമായി സമീപനം സ്വീകരിക്കുന്നവരെ മാത്രം ഇരുത്തിയാൽ മതി എന്ന് പറയുമോ? അതോ ജനങ്ങളെ ആകെ പ്രാതിനിധ്യം വേണോ? ശബരിമലയിൽ വർഷങ്ങളായിട്ട് അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രതിനിധികളെ ഇത്തരം ഒരു സംഗമത്തിന് വിളിക്കുന്നതിൽ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകേണ്ട കാര്യം എന്താ? അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി അത് നിരാകരിക്കാൻ ഞാൻ എന്താ? ഇങ്ങനെ ആരെയും വിളിച്ചു കൂട്ടണ്ടെന്ന് പറയാൻ ഞാൻ എന്താ? അങ്ങനൊന്നും ഹൈക്കോടതി പറഞ്ഞില്ലല്ലോ. അപ്പോൾ അത് ഗവൺമെന്റിന്റെ യഥാർത്ഥ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശശുദ്ധിയെ തള്ളിക്കളയുന്ന മനസ്സിലാക്കാം. അതിനുവേണ്ടി നിങ്ങൾ നടത്തുന്ന പ്രചരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. എന്താണ് എന്നൊന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ ശബരിമലയുടെ വികസനം എന്നുള്ളതാണെങ്കിൽ, ശബരിമല അതിനിങ്ങനെ ഇത്രയും വലിയ പബ്ലിക് ഗ്ലെയർ ഉള്ള ഫോട്ടോ ഓപ്പർച്യൂണിറ്റി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇവന്റ് നടപ്പാക്കണോ? ഇപ്പൊ ശബരിമലയും ഇവന്റും തമ്മിലുള്ള ആ വ്യത്യാസമാണ് ഞാൻ ചോദിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണോ, ഫണ്ട് സമാഹരണം എന്നുള്ളതാണോ, അതോ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് ആണോ? യഥാർത്ഥ ഉദ്ദേശം എന്ന വാക്ക് അങ്ങയിൽ നിന്ന് വന്നതുകൊണ്ട് നടപ്പിലാക്കിക്കൂടാ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ല അത് വ്യക്തത വരുത്തിയാൽ മതി. ശ്രീ അഭിലാഷ്, ഇതെല്ലാമല്ലേ കേരള ഹൈക്കോടതിയിൽ കുറച്ച് ദിവസമായിട്ട് ഉന്നയിച്ചത്? ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു ഇങ്ങനെ നിലപാട് വരുള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന്. അങ്ങനെ അല്ലല്ലോ ഇന്നലെ വരെ പറഞ്ഞത്. കേരള ഹൈക്കോടതി ഇതെടുത്ത് ദൂരെ കളയുമെന്നല്ലേ ഇവിടെ എല്ലാം പ്രസംഗിച്ചുകൊണ്ട് നടന്നത്. അങ്ങനെയല്ലല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളത് വ്യക്തമാക്കിയില്ലേ ഗവൺമെൻറ്? ഇത് ഡെവലപ്മെൻറ്റ്സ് ആണ് മുൻതൂക്കം കൊടുക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കാൻ ലോകത്തെങ്ങുമുള്ള വിശ്വാസികളെ വിളിച്ച് അഭിപ്രായം ചോദിക്കലാണ്. അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ അവരുടെ കൂടി കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടും. അപ്പോൾ ഇത് ആളുകളെ തരംതിരിക്കുന്നു. ഞാനൊരു ലളിതമായ ചോദ്യം ചോദിക്കട്ടെ? ശ്രീ അഭിലാഷിന് അറിയാമല്ലോ, ശ്രീ K. കരുണാകരൻ്റെ പ്രത്യേക പ്രിവിലേജ് വല്ലതും ഗുരുവായൂർ അമ്പലത്തിലുണ്ടായിരുന്നോ? അതോ സാധാരണ മനുഷ്യരുടെ കൂട്ട് അദ്ദേഹം പുറകെ പോയി നിൽക്കുകയാണോ ചെയ്തത്? കോൺഗ്രസ് അതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പോൾ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ആരെല്ലാം ഗുരുവായൂരിൽ VIP പ്രിവിലേജോട് കൂടി ആരാധന നടത്തുന്നുണ്ട്? നമ്മുടെ രാജ്യത്തെ മഹാക്ഷേത്രങ്ങളിൽ ഈ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി അതിനെ നിരാകരിക്കുമോ? രാജ്യത്തെ എത്രയോ മഹാക്ഷേത്രങ്ങളിൽ VIP-കൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്, പ്രിവിലേജ് ഉണ്ട്. നമുക്ക് മൊത്തത്തിൽ തീരുമാനമെടുക്കാം. രാജ്യത്ത് ഒരു ക്ഷേത്രത്തിലും ഒരു സ്ഥലത്ത് ഒരു ആരാധനാലയത്തിലും ഒരു പ്രിവിലേജും വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുമോ? അപ്പോൾ എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നത്? വളരെ തെറ്റായ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ രാജാവിൻ്റെ അധികാരം നഷ്ടപ്പെട്ടതിലുള്ള BJPയുടെ വേവലാതി ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവിതാംകൂറിൻ്റെ കരാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, അതിൻ്റെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് പറഞ്ഞു. ഈ കരാർ ഉണ്ടാകുന്നത് എപ്പോഴാണ്? കേരളം വിഭജിക്കുന്നതിന് മുമ്പാണ്, കേരളം ഉണ്ടാകുന്നതിന് മുമ്പാണ്. മാത്രമല്ല ഇന്ത്യൻ യൂണിയനിൽ നാട്ടുരാജ്യങ്ങളെ ലയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സർദാർ പട്ടേലുമായി നടത്തിയ ചർച്ചയിൽ വേറെ എന്തെല്ലാം മാറ്റം വന്നു? ഹൈദരാബാദിലെ നിസാമിന് കപ്പം കൊടുത്തുകൊണ്ടിരുന്നത് ഇന്ത്യ ഗവൺമെൻറ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ അത് എടുത്ത് കളയേണ്ടി വന്നു. അതുപോലെ ഒരുപാട് അവകാശങ്ങൾ രാജകുടുംബങ്ങൾക്ക് അക്കാലത്ത് കൊടുത്തിരുന്നു. പിൽക്കാലത്ത് അത് റദ്ദാക്കി. അപ്പോൾ കേരളത്തിലെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളുടെ മുഴുവൻ അവകാശം രാജപ്രമുഖായിരിക്കണമായിരുന്നു. ഇവിടെ ഒരു ഗവർണർ വന്നിട്ട് സഹിക്കാൻ വയ്യ. കണക്കിന് രാജപ്രമുഖായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തുമായിരുന്നു? മറ്റ് സ്റ്റേറ്റുകളുടെ അവസ്ഥ എന്തുവാ? കേരളം മാത്രമല്ലല്ലോ ഗവർണർമാർക്കെതിരായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. എത്രയോ സ്റ്റേറ്റുകൾ പൊക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സ്റ്റേറ്റും പൊക്കൊണ്ടിരിക്കുകയല്ലേ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഗവർണർമാർ കാണിക്കുന്ന അമിതാധികാര പ്രവണത? ഗവർണർ എന്ന പോസ്റ്റ് പോലും കാലക്രമേണ ചർച്ച ചെയ്ത് ഒഴിവാക്കേണ്ട പോസ്റ്റുകളാണ്. ഗവർണറുടെ ആവശ്യമേ ഇല്ല. അത്തരം ഒരു അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സുപ്രീം കോടതി ഇടപെടുന്നത് പോലെ കേരള ഹൈക്കോടതിക്ക് അതിൽ ഇടപെടാം.
അതുകൊണ്ട് രാജാവിന്റെ അധികാരം നിലനിർത്താൻ വേണ്ടി ഇത് മാത്രമല്ല തിരുവിതാംകൂറിൽ സർ CP ചെയ്തത്. സർ CP കൊച്ചിയും തിരുവിതാംകൂറും കൂടി ചേർത്ത് സമ്മേളനം വിളിച്ചുകൊണ്ട് സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കാൻ പരിശ്രമം നടത്തി. അതിനെതിരായിട്ടാണ് സർ CPയുടെ മൂക്ക് കേരളത്തിൽ വെട്ടപ്പെട്ടത്. ഇതൊക്കെ BJPക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് അവരിപ്പോഴും ആഗ്രഹിക്കുന്നത് ദേവസ്വം ക്ഷേത്രങ്ങളെല്ലാം സെക്കുലറിസത്തിന്റെ ഭാഗമാകരുത്, അത് സാധാരണ വിശ്വാസികളുടെ ഭാഗമാകരുത് എന്ന് പറഞ്ഞാൽ 948 സർ ഗുരുവായൂർ അമ്പലത്തിൽ നായരാതി പിന്നോക്കക്കാർ കയറി തുടങ്ങിയത്. 937 ക്ഷേത്രപ്രവേശന വിളംബരം വന്നു. 931 സമരം വന്നു. അതിനുശേഷം ക്ഷേത്രപ്രവേശന വിളംബരം കഴിഞ്ഞപ്പോഴും കയറാൻ ധൈര്യപ്പെട്ടില്ല. 947 സ്വാതന്ത്ര്യം കിട്ടിയിട്ടാണ് കയറി തുടങ്ങിയത്. ആ ആചാരം നിലനിൽക്കണമെന്നാണ് BJP ആഗ്രഹിക്കുന്നത്. മഹാഭൂരിപക്ഷം ദളിതരെയും പിന്നോക്കക്കാരെയും അമ്പലത്തിൽ നിന്ന് മാറ്റി നിർത്തി അത്തരം ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നവരുടെ ആഗ്രഹമാണ്. ഇപ്പൊ പറയുകയാണ് എന്തിനാണ് വിവേചനം? ഈ വിവേചനം എന്തിനാണെങ്കിൽ എന്താ സാർ നിങ്ങൾ ഈ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും പ്രവേശനം കൊടുക്കാത്തത് എന്താ? നിങ്ങൾ ജാതി അടിസ്ഥാനത്തിൽ എന്തിനാ പൂജാരിമാരെ വെക്കുന്നേ? ജാതി അടിസ്ഥാനത്തിൽ എന്തിനാ കാർമ്മികത്വം വെക്കുന്നേ? നിങ്ങൾ എല്ലാവർക്കും തുല്യ അവകാശം കൊടുക്കുമെങ്കിൽ അങ്ങനെ പ്രശ്നമുണ്ട്. അത് സ്വയം ഒന്നുകൂടി ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഇപ്പോഴും ശബരിമല മേൽശാന്തിയായി മലയാളം ബ്രാഹ്മണർക്ക് അവിടെ ആ അപേക്ഷ കൊടുക്കാൻ പോലും പറ്റുകയുള്ളൂ. ഇപ്പോ നിങ്ങൾ നവോത്ഥാനത്തിന്റെ ആളുകളാണല്ലോ, ദേവസ്വം നിങ്ങളല്ലേ, മലയാളം ബ്രാഹ്മണർക്ക് മാത്രമല്ല പൂജ പഠിച്ച എല്ലാ ആളുകൾക്കും അവസരം കൊടുക്കണം. അതാണ് അത് മാറ്റുന്നതിന് സാമൂഹ്യ സമ്മർദ്ദമായിട്ട് വരണം. ഒരു ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുമ്പോൾ പിറ്റേന്ന് തെരുവിലിറങ്ങും. ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്ന സമയത്തും സാമൂഹിക സമ്മർദ്ദത്തിന്റെ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അതല്ല ഞാൻ പറയുന്നത്, താങ്കൾ തന്നെ പറയുന്നതിൽ ഒരു കോൺട്രാഡിക്ഷൻ സൂചിപ്പിച്ചതാണ്. നമ്മളിപ്പോ സംസാരിക്കുന്ന ശബരിമലയിലെ പൂജാതി കർമ്മങ്ങൾ നടത്തേണ്ട മേൽശാന്തി നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ്. പൂജാതി കർമ്മങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു നായരോ ഈഴവനോ മറ്റ് സമൂഹങ്ങളിൽപ്പെട്ട ആളുകൾക്കോ അവിടെ പൂജ നടത്താൻ പറ്റില്ല. ശരി അഭിലാഷ്, കണ്ണടച്ചിരിട്ടാക്കാതെ സർ, ശബരിമലയിൽ വികസനം നടക്കണമെന്ന സാമൂഹിക സമ്മർദ്ദമാണ് ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നത്. ശരിയാ, അങ്ങനെയെങ്കിൽ അതുകൊണ്ടാണ് സ്ത്രീ പ്രവേശനത്തിൽ ശരി ആവട്ടെ. ശരി ശ്രീ അനിൽ ബോസ്, നോക്കൂ, ഇപ്പോ നമ്മൾ ഇതിന്റെ സാങ്കേതികത്വം മാറ്റിവെച്ചാൽ ജനങ്ങൾക്ക് സാങ്കേതികത്വം അല്ലല്ലോ പ്രധാനം, അതിന്റെ പൊളിറ്റിക്സ് തന്നെ എടുക്കൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മാത്രമല്ല കോൺഗ്രസും ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാൻ ശ്രമിച്ച, ശബരിമലയിലേക്ക് വന്ന ഭക്തരെ ലാത്തിചാർജ് നടത്തിയ ഈ സർക്കാരിന് ഇനി ഒരു തുടർച്ച കൊടുക്കരുതെന്നൊക്കെ പ്രസംഗിച്ചു. ശബരിമലയ്ക്കെതിരാണ് പിണറായി വിജയന്റെ ഭരണകൂടമെന്ന് നിങ്ങളും പ്രചരിപ്പിച്ചു. കെ സുധാകരൻ ഒക്കെ ഈ സമരത്തിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് നോക്കൂ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ്. അപ്പോൾ ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ച് ഞങ്ങളുടെ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന ഒറ്റ ലൈനെ പറയാനുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവരതായിരിക്കും പറയുക. ആ സമയത്ത് നിങ്ങളുടെ നറേറ്റീവ് എന്താണ്? ഇതിന് ഈ സാങ്കേതികത്വം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ അത് എത്രമാത്രം ഓടും? അഭിലാഷേ, നമ്മൾ പ്രധാനമായി കാണേണ്ട കാര്യം, ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഇനി 8 മാസം മാത്രമാണുള്ളത്. ശബരിമലയിൽ ആദ്യമായിട്ടല്ല ഭക്തർ വരുന്നതും ശബരിമല സീസണിൽ ലക്ഷോപലക്ഷം ആളുകൾ വരുന്നതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇവർ പുത്തനച്ചി പെരപ്പുറം നോക്കുന്ന സമീപനം ഇന്നല്ല എടുക്കേണ്ടത്. ഇവർക്കറിയാൻ പാടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, വളരെ വ്യക്തമായി പറഞ്ഞുതരാം. എല്ലാ ശബരിമല സീസണും അദ്ദേഹം പറഞ്ഞല്ലോ, ടെക്നോക്രാറ്റുകൾ വളരെ കൃത്യമായി ഒരു ശബരിമല സീസൺ ഉണ്ടാകുന്നതിന് മുമ്പ് അവിടുത്തെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് മുൻകൈയെടുത്ത് അതാത് കാലത്തെ ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും ദേവസ്വം പ്രസിഡൻറ്റും ബോർഡ് മെമ്പർമാരും ഭക്തരും വിവിധ ഭക്ത സംഘടനകളും ഇതെല്ലാം ചേർന്ന് ചർച്ച ചെയ്ത് തന്നെയാണ് കാലോചിതമായ പരിഷ്കാരങ്ങൾ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലൊരു യോഗം മാത്രമാണിത്. ആ നിലയിൽ നടത്തേണ്ടതിനെ ഒരു രാഷ്ട്രീയ മാമാങ്കം, ഞങ്ങളത് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് പറയുന്നത് കാലാകാലങ്ങളിൽ നടന്നു വന്നിരുന്നത് ഭക്തർക്ക് വേണ്ടി അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സംഗമമാണെങ്കിൽ ഇപ്പോൾ നടത്തുന്ന അതല്ല. ഞങ്ങൾ വളരെ ഗൗരവത്തോട് ഉന്നയിക്കുന്ന ആക്ഷേപം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. എത്രയൊക്കെ CPM പ്രതിനിധി ന്യായീകരിക്കാൻ ശ്രമിച്ചാലും വ്യക്തിപരമായി അപഹസിച്ചാലും പറയുകയാണ്, സാമ്പത്തിക താല്പര്യമാണ് ഈ ഗവൺമെൻറ്റിന്, സാമ്പത്തിക താല്പര്യം. അല്ല, ശബരിമല ഒറ്റ ദിവസം കൊണ്ടങ്ങ് മഹത്വവൽക്കരിച്ച് കളയാം. എന്നാൽ ഇവർക്ക് എന്താ ഇത് തോന്നാഞ്ഞത്? കഴിഞ്ഞ 8 വർഷക്കാലം തോന്നാഞ്ഞ എന്താ? 8 വർഷക്കാലം തോന്നാഞ്ഞ എന്തുകൊണ്ടാണ് ഇവർ പറയണ്ടേ? ഇത് ശബരിമല അവിടെ ഉണ്ടായിരുന്നല്ലോ, അയ്യപ്പൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഭക്തജനങ്ങൾ ലക്ഷോപലക്ഷം ആളുകൾ പോകുന്നുണ്ടായിരുന്നല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിർച്വൽ ക്യൂ സിസ്റ്റം കൊണ്ടുവന്നു, എന്നാ കൊണ്ടുവന്നത്?
ആരാ കൊണ്ടുവന്നത്? ഇവരാണോ കൊണ്ടുവന്നത്? അല്ലല്ലോ. പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് വെർച്വൽ ക്യൂ സിസ്റ്റം കൊണ്ടുവന്നത്. അവിടെ വരുന്ന ആളുകൾക്ക് ഇരിക്കാനും വിരിവെക്കാനുമുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊണ്ട് ആ ക്യൂവിൽ നിന്ന് ക്ഷീണിക്കുന്ന ആളുകൾക്ക് മഴ നനയാതെ വെയിൽ കൊള്ളാതിരിക്കാനുള്ള ക്യൂ കോംപ്ലക്സുകൾ വളരെ കൃത്യമായി ഉണ്ടാക്കിയത് കോൺഗ്രസ് പാർട്ടിയുടെ കാലത്തെ ദേവസ്വം ബോർഡല്ലേ? അത് കാലാകാലങ്ങളിൽ ഭരിക്കുന്ന ഗവൺമെന്റും ദേവസ്വം ബോർഡും ഇത്തരം കാര്യങ്ങൾ ചെയ്യും. അതിൻ്റെ മേലങ്കിയൊന്നും അണിയാനല്ല ഞാൻ വന്നത്. അങ്ങനെ ഒരു സമീപനമല്ല നമ്മൾ സ്വീകരിച്ചത്. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം വളരെ കൃത്യമാണ്. ഇവർ പറഞ്ഞല്ലോ വിർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾ എല്ലാ മാസവും പോകുന്ന ആളാണ് ഞാൻ. എല്ലാ മാസവും പോകുന്ന ആളാണ് ഗോപ ഞാൻ. മനസ്സിലായിക്കോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിഷേധിക്കട്ടെ, ദേവസ്വം ബോർഡ് മെമ്പർമാരെ നിഷേധിക്കട്ടെ, അവർക്ക് സുഹൃത്തുക്കളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പോകുന്ന എല്ലാ സീസണിലും പോകുന്ന ഞങ്ങൾക്കാർക്കും എന്താ കിട്ടാഞ്ഞ അവസരം? ഞങ്ങൾക്കാർക്കും എന്താ കിട്ടാഞ്ഞത്? ഇത് എങ്ങനെയാണ്? എന്ത് പരിഗണനയിൽ, ഏത് പരിഗണനയിൽ നിങ്ങൾ എന്താ പറയുക, കുറിയിട്ടെടുക്കുമായിരുന്നു? അതോ സാമ്പത്തിക അടിസ്ഥാനത്തിൽ നിങ്ങൾ മാനദണ്ഡം നിശ്ചയിക്കുകയായിരുന്നു? അതോ ബയോഡാറ്റ സ്വീകരിച്ചോ? ഭക്തന്മാർ ആരൊക്കെയാണ്, അവർ സ്ഥിരമായി ക്ഷേത്രത്തിൽ പോകുന്നവരാണ്, നിങ്ങൾ സ്വീകരിച്ചോ? നിങ്ങൾ എന്ത് മാങ്ങാത്തൊലിയാണ് പറയുന്നത്? ഞാൻ അങ്ങനെ തന്നെ പറയാം. എന്ത് മാങ്ങാത്തൊലിയാണ് നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ ഈ നാട്ടിലുള്ള കേരളത്തിലുള്ള മുഴുവൻ ആളുകളും ശബരിമല വിശ്വാസികളും എല്ലാം പൊട്ടന്മാരാണ്. കാര്യം പറയുമ്പോൾ വ്യക്തിഹത്യ ചെയ്തിട്ടോ ആക്ഷേപിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഈ ശബരിമല സ്നേഹം നിങ്ങൾക്ക് എന്തുകൊണ്ട് 2018 ഉണ്ടായില്ല? ഈ ശബരിമല അയ്യപ്പനോടും അവിടെ വരുന്ന വിശ്വാസികളോടും നിങ്ങൾക്ക് എന്തുകൊണ്ട് 2018 19 ഉണ്ടായില്ല? അഭിലാഷിനോട് ഞാൻ പറയാം, 2019 ശേഷം എന്തിനാണെന്നേ CPM-ന്റെ കേഡർമാർ വീട് കയറി ശബരിമല വിഷയത്തിൽ ഞങ്ങളെടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് പറഞ്ഞത്? അന്നും ഉണ്ടായിരുന്നല്ലോ കോടതി വിധി, ഇന്നും ഉണ്ടല്ലോ കോടതി വിധി. ഈ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പാവപ്പെട്ടവരുടെ നികുതി പണം എടുത്തല്ലേ ഇവിടെ നവോത്ഥാന സമിതി ഉണ്ടാക്കി ഇവർ സമരം നടത്തിയത് അല്ലേ? ആ സമരം നടത്തിയ സമയത്ത് എന്തായിരുന്നു ഇവരുടെ വീറ്? എന്തായിരുന്നു ഇവരുടെ നിലപാട്? ആ നിലപാടിനെ കുറിച്ച് ഇപ്പൊ ഇവർക്ക് മിണ്ടാട്ടമുണ്ടോ? മൗനം വിദ്വാനഭൂഷണം, അതിമൗനം വിഡ്ഢിക്കലങ്കാരം എന്നതുപോലെയാണ് കേരള മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ശരി, CPM ആളുകൾ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്ത്രീ പ്രവേശനത്തെ കുറിച്ച്, കോടതി വിധിയെ കുറിച്ച്, നവോത്ഥാനത്തെ കുറിച്ച് കേട്ടാൽ പേടിച്ച് ഞെട്ടി ഉണരുകയാണ് ഇവര്. എന്നാൽ ഇവിടെ വന്നിരുന്നുകൊണ്ട് വേദവാക്യം പറയുക, ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ പറയുന്നു, നിങ്ങൾ തുറന്നു പറ, ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി പരിപാടി മാറ്റി. ഞങ്ങളിപ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് വിപ്ലവം ഇല്ല, നവോത്ഥാനവും ഇല്ല, ഉദരപൂരണമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ തുറന്നു പറയുന്നേ. നിക്ഷേപമാണ് ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരിക്കുകയായിരുന്നല്ലോ. നിക്ഷേപമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ തുറന്നു പറയുന്നേ. ഇവര് നിങ്ങൾക്കറിയാമോ, അഭിലാഷിന് അറിയാലോ, സുപ്രഭാതം പത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പടം വെക്കുക, മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാനുള്ള പരസ്യം കൊടുക്കുക. ദീപിക പത്രത്തിൽ മുഖ്യമന്ത്രിയുടെ പടം വെച്ച് മണിപ്പൂരിനെ കുറിച്ച് പരസ്യം കൊടുക്കുക. ഹിന്ദുക്കൾ വായിക്കുന്ന പത്രങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പടം വെച്ച് അയ്യപ്പ സംഗമം നടത്ത ഓരോ ജില്ലയ്ക്ക് ഓരോ കൊടി, ഓരോ സമീപനം. ഇതൊരു സർക്കാരിന് ചേർന്നാണോ? ശരി, ഇതൊരു സർക്കാരിന് ചേർന്നതല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിമർശനം. ഞാൻ അടുത്ത ഇടവേളയിലേക്ക് കിടക്കാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഇടവേള. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ ശങ്കുട്ടിദാസ്, ഹിന്ദു കോസിന് വേണ്ടി നിൽക്കുന്നത് ആരാണ് എന്നൊരു ചർച്ചയിലേക്ക് പോയാൽ നോക്കൂ, SNDP യോഗം അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുകയാണ്, NSS അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുകയാണ്, KPMS അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുകയാണ്. യോഗക്ഷേമ സഭ മാത്രമാണ് അനുകൂലമായ ഒരു നിലപാടെടുക്കാത്തത്. ബാക്കി ഹിന്ദു സാമൂഹ്യ വിഭാഗങ്ങളും സമുദായ സംഘടനകളും എല്ലാം പിന്തുണയ്ക്കുന്ന ഒരു കോൺക്ലേവിനെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി എതിർക്കുന്നത് കൊണ്ട് നഷ്ടമല്ലാതെ എന്താണ് ഉണ്ടാവുക? നമുക്ക് എതിർക്കുകയല്ലോ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ, അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉന്നയിക്കുകയാണ്. പൊതുസമൂഹത്തിന്റെ സംശയങ്ങൾ ചോദിക്കുക എന്നുള്ളതല്ലേ രാഷ്ട്രീയ സംഘടനകളുടെ ഉത്തരവാദിത്തം. അതല്ലാതെ സാമുദായിക സംഘടനകൾ എന്താണ് നിലപാടെടുക്കുന്നത് നോക്കിയിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. NSSന്റെ നിലപാടാണെങ്കിലും ഉപാധികളോടുകൂടി പിന്തുണ കൊടുക്കുന്നതാണ്. SNDPയുടെ നിലപാടാണെങ്കിലും അത് വിശ്വാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പരിപാടിയാണെന്നുള്ള പ്രത്യാശയുടെ അടിസ്ഥാനത്തിലാണ്. ഈ ഹിന്ദു സംഘടനകളെല്ലാം ഒരു വിശ്വാസി സംഗമമാണെന്നുള്ള നിലയിലാണ്. ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. എന്നാൽ ആ രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യം രാഷ്ട്രീയ സംഘടനകൾക്കുണ്ട്. കഴിഞ്ഞ ഊഴത്തിൽ ശ്രീ ഗോപൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന് മാത്രം ഞാനൊന്ന് മറുപടി പറയുകയാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് തന്നെ ആൻസർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുക എന്ന് പറയുന്ന പോലെ ജാതീയത പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഈ പറഞ്ഞ നവോത്ഥാന മുന്നേറ്റങ്ങളിലൊന്നും ഒരു പങ്കാളിത്തം ഇല്ലാത്ത ആളുകളാണ് നിങ്ങൾ. വൈക്കം സത്യാഗ്രഹം നടന്ന 1924 ഗുരുവാർ സത്യാഗ്രഹം നടന്ന 1932 ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത് 1936 പിണറായിയിലെ പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് 1939 അതായത് കേരളത്തിലെ എല്ലാ നവോത്ഥാനവും
കഴിഞ്ഞിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്. ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കിയതല്ല. ഈ പറഞ്ഞ നവോത്ഥാനമൊക്കെ ഹിന്ദു സമൂഹം അവരവരുടെ ഉള്ളിൽ നിന്നുള്ള ആചാര്യന്മാരുടെ കരുത്തുകൊണ്ട് നേടിയെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒന്നും അവകാശവാദം ഉന്നയിച്ച് നിങ്ങൾ വരണ്ട. ക്ഷേത്രപ്രവേശനമൊക്കെ നടത്താക്കാൻ ശേഷിയുള്ള സമാജത്തിന് അതിനുള്ളിലുള്ള പുഴുക്കുത്തുകളെ കാലാകാലത്ത് തിരിച്ചറിയാനും അതിനെ പരിഹരിക്കാനുള്ള ശേഷിയുണ്ട്. നിങ്ങളെന്ന് മുന്നിൽ കണ്ടിട്ടല്ല. നിങ്ങളുടെ നവോത്ഥാനം ഇപ്പോൾ എവിടെ വരെ എത്തി? ഈ കനകദുർഗേനെയും ബിന്ദു അമ്മണിയും ശബരിമലയിൽ കയറ്റിയത് ശരിയാണോ തെറ്റാണോ? ആ കാര്യത്തിലുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ അഭിപ്രായം എന്താ? ഇത് പറയാനുള്ള ആർജവം പോലും ഇല്ലാത്ത നിങ്ങൾ ഞങ്ങളെ നവോത്ഥാനം പഠിപ്പിക്കാൻ നിൽക്കണ്ട. രണ്ടാമത്തെ കാര്യം, ശബരിമല വികസനത്തെ പറ്റി പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. ഒന്ന്, ശബരി റെയിൽപാത അങ്കമാലി മുതൽ എരുമേലി വരെ അതിന്റെ സ്ഥലമേറ്റെടുപ്പ് 90% കഴിഞ്ഞതാണ് ശ്രീ ശംഖു. കേന്ദ്ര റെയിൽവേ മന്ത്രാലയമല്ലേ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്? കാലടി സ്റ്റേഷൻ വരെ ഉണ്ടാക്കി. അനുവാദത്തിൽ എന്തായി പറയുന്നത്? അതായത് 1997 പ്രപ്പോസ് ചെയ്തപ്പോൾ 350 കോടി രൂപ ചെലവ് പറഞ്ഞിട്ടുള്ള പദ്ധതിക്ക് ഇപ്പൊ 2025 എസ്റ്റിമേറ്റ് പ്രകാരം 3800 കോടിയാണ്. 50:50 അനുപാതത്തിൽ എന്താണ് ചെലവ് ഷെയർ ചെയ്യാൻ സംസ്ഥാനം സമ്മതിക്കാത്തത് മൂലം റെയിൽവേ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് പ്രോജക്ട്. ട്രൈപാട്രിയേറ്റ് അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടില്ല. റിസർവ് ബാങ്കിനെ 3ാം കക്ഷിയായി ചേർത്തുകൊണ്ട് ട്രൈപാട്രിയേറ്റ് അഗ്രിമെന്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. റെയിൽവേ നിലവിൽ പ്രോജക്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അതാണ് അവസ്ഥ. പ്രസാദ് സ്കീം വഴി ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കൊടുത്ത 45 കോടി രൂപ വേണ്ട വിധം വിനിയോഗിക്കാത്തത് കൊണ്ട് എന്താണ് അൺയൂട്ടിലൈസ്ഡ് ഫണ്ടായിട്ട് മടങ്ങിപ്പോയി. 45 കോടി രൂപ വികസനത്തിന് വേണ്ടി കൊടുത്ത പൈസ ഇവരുടെ പെട്ടെന്ന് മറുപടി. എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയം. ശ്രീ അഭിലാഷ്, 1980 BJP ഉണ്ടാവുന്നേ. അതിനു മുമ്പുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒരു പാരമ്പര്യവും നിങ്ങൾക്ക് വേണ്ടല്ലോ. 1937 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനു മുമ്പുള്ള ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് AKG സാർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി P. കൃഷ്ണപിള്ളയാ സാർ. ഞങ്ങൾ അതിന്റെയൊക്കെ പാരമ്പര്യം തന്നെയാണ് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് അത്തരം ഒരു വാദം ഉന്നയിക്കരുത്. ഇവിടെ ഉത്തരം എടുത്തിട്ടാ നിങ്ങൾക്ക് പൊള്ളും. നിങ്ങൾ അതിനെക്കുറിച്ച് പ്രതികരിക്കത്തില്ല. അതുപോലെ ശ്രീ അനിൽ ബോസ് ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീ പ്രശ്നമാണ്. അദ്ദേഹം സുപ്രീം കോടതിയോട് ചോദിക്കുക ഈ ചോദ്യം. അതുപോലെ എന്തുകൊണ്ടാണ് ഇപ്പോൾ തുടങ്ങുന്നുള്ളത്? ഇപ്പോൾ 75ാമത് പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് പ്രശ്നം വെച്ചത്. 5 കൊല്ലം മുമ്പ് പ്ലാറ്റിനം ജൂബിലി ഉണ്ടോ അവിടെ? അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ കാലാകാലങ്ങളിൽ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ സംഗമത്തോടെ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യാം. സമയം ഇതിനോടകം അതിക്രമിച്ചുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ ഗോപൻ, ശ്രീ അനിൽ ബോസ്, ശ്രീ ശംഖു, 3 പേർക്കും വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്. നമസ്കാരം.